ഒന്നാമത്തെ കാര്യം, ഇസ്ലാമും യുക്തിയും എന്ന് പറയുമ്പോൾ, യുക്തിക്ക് നമ്മൾ പൊതുവെ ഒരു കൃത്യമായ നിർവചനമൊന്നുമില്ല. എന്താണ് യുക്തി? ബുദ്ധിയുടെ വാഹനമാണ് യുക്തി എന്നൊക്കെയാണ് അതിനെപ്പറ്റി ഒരു ഇസ്തിരി ഭാഷയിൽ പറയാറുള്ളത്. ബുദ്ധിയുടെ വാഹനം, ബുദ്ധിക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണ് യുക്തി എന്ന്. വേറെ കുറെ ആളുകൾ പറയുന്നത് ബുദ്ധിക്ക് സഞ്ചരിക്കാനുള്ള വഴിയാണ് യുക്തി എന്നുള്ളതാണ്. അത് വണ്ടിയാണോ ഇനി അതല്ല റോഡാണോ എന്നുള്ളിടത്താണ് ഇപ്പോൾ തർക്കം. ഏതായാലും യുക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ്. റീസണിങ്, നമുക്ക് ഇംഗ്ലീഷ് ടേമായിക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ നല്ലതെന്ന് തോന്നുന്നു. ലോജിക് എന്നും റീസണിങ് എന്നും പറയുന്നുണ്ട്. ലോജിക് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റിയാണ്, ബ്രെയിനിന്റെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയാണ്, സിദ്ധിയാണ്. ആ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വിഷയത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഉത്സാഹിക്കുന്നതിനാണ്, ശ്രമിക്കുന്നതിനാണ് റീസണിങ് എന്ന് പറയുന്നത്. ന്യായ വിചാരം എന്നൊക്കെ പറയാം. അതിനെ ഇസ്ലാമിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇസ്ലാമിൽ അതിനുള്ള ഇടം വളരെ വലുതാണ്. ഏതൊരു വിഷയത്തിന്റെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ വലിയ വലിയ വിഷയങ്ങളാകുമ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു ദൈവം ഉണ്ടോ, എന്തുകൊണ്ടുണ്ടാവണം, അത് മുതൽ തുടങ്ങി നമുക്ക് മനസ്സിനകത്ത് തോന്നുന്ന വിചാരങ്ങൾ, വികാരങ്ങൾ, എനിക്കിപ്പോ സ്നേഹം തോന്നുന്നുണ്ടോ, ദേഷ്യം തോന്നുന്നുണ്ടോ, വിശക്കുന്നുണ്ടോ, ഞാൻ കണ്ടത് സ്വപ്നമാണോ അല്ലേ, അങ്ങനെ നമ്മുടെ അകത്തേക്ക് എത്തുന്നത് മുതൽ ഇത്രയും മൈക്രോ മുതൽ ഇത്രയും മാക്രോ വരെയുള്ള ഏത് വിഷയത്തിലുമുള്ള സത്യാവസ്ഥ കണ്ടെത്താൻ 3 മാനദണ്ഡങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തേത് പഞ്ചേന്ദ്രിയങ്ങളാണ്, സെൻഷ്യൽ പെർസ്പെക്ഷൻസ് എന്ന് പറയും. 5 സെൻസുകൾ, അതാണ് പഞ്ചേന്ദ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 സെൻസുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയില്ലേ? ഒന്ന് പറയോ? ഓക്കെ, കാഴ്ച, കേൾവി, അങ്ങനെ അല്ലാത്ത വേറെ വാക്കിലൂടെ നിങ്ങൾ പറയുന്നുണ്ടോ? സാഹിത്യം, അതിന്റെ ഇംഗ്ലീഷ് എടുത്താണ് അല്ലേ? നല്ല ഉത്തരമാണ്. പൊതുവെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അധികം ആളും പറയാറുള്ളത് കണ്ണ്, കാത് എന്നാണ്. അതിനപേക്ഷിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാഴ്ച, കേൾവി, മണം, അതിനൊരു മലയാള പദം കിട്ടണം, നിങ്ങളെന്താ പറയാ? സ്പർശം. പിന്നെ ഒന്നുകൂടി ഉണ്ട്, എന്നാ നാവ് കൊണ്ടുള്ളതിന് എന്താ പറയാ? രുചി എന്നോ? രുചി നമുക്ക് കിട്ടുന്ന സാധനമാണ്. നമ്മൾ സെൻസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സെൻസേഡ് ആണ്. ഏതാണ്? രസമല്ലേ? അത് അടിപൊളി. അപ്പോ ദർശന, ശ്രവണ, ഘ്രാണ, സ്പർശന, രസനേന്ദ്രിയങ്ങൾ, ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. പക്ഷെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ 5 എണ്ണം കൊണ്ട് കിട്ടുമോ? അല്ല, അതിനിടയ്ക്ക് ഒരു ചെറിയൊരു സംശയം. ഇത് ഈ പച്ചയുണ്ട്, നീലയുണ്ട്, വൈറ്റും ഉണ്ട്, യൂണിഫോം, അതിന്റെ ഇവിടെ വേറെ കളറുണ്ട്. അത് ഏജ്, ക്ലാസ്, അതിന്റെ ഒരു വ്യത്യാസം എന്താ? അത് +2, നീല +1, പച്ച 8, 9. അപ്പൊ എല്ലാരും എന്റെ കൂടെ വരണുണ്ടോ? പക്ഷെ എല്ലാ കാര്യവും ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് കിട്ടൂല. ചില കാര്യങ്ങൾ, ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പോ നമ്മളാരും ഇതിലാരും അമേരിക്ക കണ്ടവരില്ലല്ലോ? ഉറക്കത്തല്ല, റിയലി കണ്ടവരുണ്ടോ? ഇല്ല. പക്ഷെ അമേരിക്ക ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താ? എന്തെങ്കിലും ഒന്ന് പറയും. എന്റെ ഇരുത്തം ഓക്കെ അല്ല? ഉമ്മ പോയിന്നോ? അതെ, ഓക്കെ, അതാണ്, അതൊരു തെളിവാണ്. ഉമ്മ കണ്ടിട്ടുണ്ട്, ഉമ്മ കള്ളം പറയില്ല. അടിപൊളി. വേറെന്തോ ഉണ്ടോ? കേട്ടിക്കുന്ന അമേരിക്ക നിലവിളിക്കുന്ന കേട്ടുക. എന്ത് ഫോട്ടോ? അതൊരു കടലാസിൽ ആരോ ഒരു പട്ടക്കഷ്ണം പീസിന്റെ മുകളിൽ അമേരിക്ക എന്ന് എഴുതിയതാണെങ്കിലോ അങ്ങനെ ഒരു മണ്ണുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഈ ഭാഗക്കാർക്ക് എന്താ ഉണ്ടോ? വീഡിയോ, ഓക്കെ, പലതും നിങ്ങൾ പറയുന്നു, വീഡിയോ, ഓഡിയോ. ഇവിടെ ഇവന്റെ ഉമ്മച്ചി പോയതാണ്, വേറെ അഭിപ്രായം പറയേണ്ടതാ പറയുന്നത്. പക്ഷെ ഉമ്മാനെ പറ്റി ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്റെ ഉമ്മ കള്ളം പറയില്ല. ഉമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പൂച്ചണ്ട് വാങ്ങി തരുമായിരുന്നു. പക്ഷെ ഇനി അതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട്. ആ ടെക്നിക്കൽ ടേം ഇതാണ്, വാലിഡ് ടെസ്റ്റിമണി. എന്താ പറയാ? വാലിഡ് ടെസ്റ്റിമണി. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ സാക്ഷ്യം എന്നാണ്. പക്ഷെ എല്ലാ സാക്ഷ്യവും നമ്മൾ തെളിവാക്കില്ല. അത് നിയമപരമായി ഓക്കെ ആയിരിക്കണം. ഈ നിയമപരമായി ഓക്കെ ആക്കുന്ന ഏജൻസികൾ പലതാണ്. ഭരണഘടന, കോടതി, മീഡിയ. ഏറ്റവും ചുരുങ്ങിയത് കോമൺ സെൻസ്. അറ്റ് ദ മിനിമം ലെവൽ ഒരു ടെസ്റ്റിമണിക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ മോന്റെ ഉമ്മ നുണ പറയില്ല എന്നുള്ള ആ കുട്ടിയുടെ ബോധ്യം, ഇപ്പൊ ടെസ്റ്റിമണി ഓക്കെ.
നെക്സ്റ്റ് എൻ്റെത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും ടെസ്റ്റ് മണി കൊണ്ടും എല്ലാ കാര്യം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത്. കാരണം ഞാൻ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഒന്നുകൂടി പറയാൻ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടുള്ള ഇല്ല സപ്പോർട്ടിംഗ് ആണ്. അതേസമയം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു ഉദാഹരണം പറ. കുറെ ആൾ എന്തോ വിചാരിക്കുന്നതാണ്. ഓയ്, പഞ്ചേന്ദ്രിയം കൊണ്ടും കണ്ടെത്താൻ പറ്റരുത്, ടെസ്റ്റ് മണി കൊണ്ടും കണ്ടെത്താൻ പറ്റരുത്. ഇത് രണ്ടു കൊണ്ടും കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യം ആർക്കും പറയാൻ പറ്റുമോ? വിശ്വാസം അവിശ്വാസം, വിശ്വാസം അവിശ്വാസം അതൊക്കെ കേട്ടോ. പക്ഷെ അതിനെപ്പറ്റി വേറെ പറയേണ്ടി വരും. എത്രയോ പറയാലോ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ എവിടെ വരെ ഒന്ന് വർക്ക് ചെയ്യുള്ളൂ? ഞാൻ സമയം കളയുന്നില്ല, ഞാൻ തന്നെ കുറച്ച് പറഞ്ഞു പോകും, എന്നിട്ട് നിങ്ങൾ ഇടപെട്ടാൽ മതി. പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പഞ്ചേന്ദ്രിയം കൊണ്ട് സത്യം കണ്ടെത്തുന്നതിന് പൊതുവെ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്നാ പറയാം. ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ നിർവചനം പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടെത്തുക എന്നുള്ളതല്ല. ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓർഗാൻസ് ആണ്, അല്ലെ പെർസെപ്ഷൻസ് ആണ് പഞ്ചേന്ദ്രിയം. അപ്പൊ ഇൻഡക്റ്റീവ് റീസണിങ് എന്താന്നാവും അടുത്തത്. അത് ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങൾ. സയൻസിന്റെ ഡെഫിനേഷൻ എന്താ? വാട്ട് ഈസ് സയൻസ് എന്ന് വെച്ചാൽ എന്താ പറയാ? സയൻസിന് രണ്ട് ഡെഫിനേഷൻസ് ആണുള്ളത്. ഒന്ന് സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫ്, ദാറ്റ് ഈസ് സയൻസ്. ജീവിതം നന്നാക്കാൻ ആവശ്യമായ സാങ്കേതിക ശ്രമങ്ങൾ. മറ്റൊന്ന് സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തെ സംബന്ധിക്കുന്ന വ്യവസ്ഥാപിതമായ പഠനം. ഈ ഭൗതിക ലോകത്തെ സംബന്ധിക്കുന്ന പഠനങ്ങൾക്ക് മാത്രമേ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറ്റുള്ളൂ. ഇനി അതേസമയം അതിന്റെ വെളിയിലുള്ള കാര്യം, ഇപ്പൊ ആത്മാവുണ്ടോ ഇല്ലേ, ഇപ്പൊ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആത്മാവുണ്ടെന്നും ആത്മാവില്ലെന്നും ലോകത്ത് മതത്തിന് പുറത്ത് രണ്ട് അഭിപ്രായമുണ്ട്. മതത്തിനകത്തുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ സയൻസിന്റെ ലോകത്ത് ആത്മാവിനെയും മരണാനന്തര ലൈഫിനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ, അതെന്തെങ്കിലും പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? മരണസംബന്ധ ശാസ്ത്രം, തനാട്ടോളജി. തനാട്ടോളജി എന്ന ശാസ്ത്രശാഖയുടെ ചുവട്ടിലുള്ള ഒരു ചർച്ചാ മേഖലയാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. മരണാനുബന്ധാനുഭവങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ സൗകര്യം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ഫിക്ഷൻസ്, അതേപോലെ വസ്തുതാപരമായ സയന്റിഫിക് ടെക്സ്റ്റുകൾ, ബുള്ളറ്റിൻസ് ഒക്കെ ലോകത്തുണ്ട്, അംഗീകൃതമാണ്. പക്ഷേ മരണാനുബന്ധ ശാസ്ത്രം അവർക്ക് അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യം ഭയങ്കര അത്ഭുതം തോന്നും. കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മരിക്കുന്ന നേരത്തെ കാഴ്ചയുണ്ട് എന്നാണ് തനാട്ടോളജി പറയുന്നത്. ഭയങ്കര കാഴ്ചയായിരിക്കും, കണ്ണിന്റെ കാഴ്ചക്ക് ശക്തി കൂടും. പിന്നെ അതേപോലെ ഒരു മരിക്കുന്നയാള് 4% മാത്രമാണ് ജീവനുള്ളവരെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് തനാട്ടോളജി പറയുന്നത്. 96% നേരത്തെ മരണപ്പെട്ടു പോയവരുമായിട്ടാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ വിശ്വാസത്തെയൊക്കെ അരക്കെട്ടുറപ്പിക്കുന്ന ഹൈപ്പോത്തിസിസുകളാണ് തനാട്ടോളജിയുടെ മേഖലയിൽ നിന്ന് വരുന്നത്. ഇപ്പൊ നമ്മൾ മരിക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയ നമ്മുടെ ഫാമിലിയിലുള്ള ബന്ധത്തിൽപ്പെട്ട നല്ല നിലക്ക് ജീവിച്ച് മരിച്ചുപോയ ഉമ്മാമയെ, ഉപ്പാപ്പയെ, ഗുരുനാഥരെ, ആചാര്യരെ ഒക്കെയാണ് നമ്മൾ മരിക്കുമ്പോൾ കാണുക. അവരാണ് നമ്മളെ ഏറ്റെടുത്ത് കൊണ്ടുപോവുക. പക്ഷെ 4% മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരെ കാണുന്നുള്ളൂ. ഇത് ഞാൻ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ സൈഡിൽ നിന്നല്ല പറയുന്നത്, അതാണ് തനാട്ടോളജി പറയുന്നത്. കാഴ്ചയില്ലാത്തവർ കാണും. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്. ഇത്രയും കാലം ഈ പറയുന്ന മതബോധനങ്ങളെ സംബന്ധിച്ച് നീ ശ്രദ്ധാലുവായിരുന്നു. ഇപ്പോഴിതാ മരിക്കുന്ന സമയത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, നിന്റെ മുമ്പിലുള്ള കാഴ്ചയുടെ ആ ഒരു മറ നാം മാറ്റിയിരിക്കുന്നു. അപ്പോ നിന്റെ കണ്ണ് കാഴ്ച ഇപ്പോൾ ഇരുമ്പിന്റെ മൂർച്ചയുള്ളതാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ആത്മാവുണ്ടോ ഇല്ലേ, ഇനി ഈ മലക്കുകൾ, ഏഞ്ചൽസ് ഉണ്ടോ ഇല്ലേ, ജിന്നുകൾ ഉണ്ടോ ഇല്ലേ, അതേപോലെ അതിനൊക്കെ അപ്പുറം മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ടോ ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെൻഷ്യൽ പെർസ്പെക്ഷൻസ് എന്ന് പറയുന്ന പഞ്ചേന്ദ്രങ്ങളെ കൊണ്ടും കണ്ടെത്താൻ കഴിയില്ല. അതേപോലെ ഈ പറയുന്നത് പോലെ ഈ ടെസ്റ്റിമണി, വാളി ടെസ്റ്റിമണി അതുകൊണ്ടും കണ്ടെത്താൻ കഴിയില്ല. ഈ വാളി ടെസ്റ്റിമണിക്ക് പോസിറ്റീവ് എന്നുള്ളത് എന്നൊക്കെ പറയാം. നമ്മുടെ കിതാബിന്റെ ഭാഷയിൽ ഖബർ മുത്തവാത്തിർ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെയാണ് എന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ ടെസ്റ്റിമണി വഴിയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഖുർആനുണ്ട്. ഇത് തന്നെയാണ് പ്രവാചകന് അവതീർണമായ ഖുർആൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് വാലിഡ് ടെസ്റ്റിമണി. ഇപ്പൊ ഷബീർ ഉസ്താദ് പറയുകയാണ്, നാളെ നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ
വിശുദ്ധ ഖുർആനിലുള്ള ഇന്ന ജുസ് നിങ്ങൾ പഠിച്ചു വരണം, അല്ലെ ഇന്ന സൂറത്ത് പഠിച്ചു വരണം എന്ന് ഇവിടെ മോറൽ അധ്യാപകൻ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വരുന്നു. അധ്യാപകൻ ചോദിക്കുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യാസീൻ പഠിച്ചു വരാൻ, പഠിച്ചു. പക്ഷെ അവിടെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ അധ്യാപകനെ ക്രോസ് ചോദിക്കാം, നിങ്ങളിപ്പോ പഠിച്ചു വന്ന യാസീൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ യാസീൻ എന്നുള്ളതിന്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ അത് ഷബീർ ഉസ്താദ് എന്ന ആളാണ് അവിടെ ടെസ്റ്റിമണി, വാലിഡ് അതോറിറ്റി, അല്ലെങ്കിൽ ഈ മോറൽ അധ്യാപകന്റെ ഉസ്താദാണ് നിങ്ങൾക്ക് ടെസ്റ്റിമണി മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഇസ്ലാമിൽ വളരെ റെലവന്റ് ആയ നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ് നിൽക്കുന്ന സാധനമാണ് ഈ ടെസ്റ്റിമണി എന്നുള്ളത്. പക്ഷേ ഈ ടെസ്റ്റിമണിക്കും ഈ സെൻഷ്യൽ പെർസ്പെക്ഷൻസിനും അപ്പുറം ഉള്ള മറ്റൊരു കാര്യമാണ്, അവിടെയാണ് നമ്മുടെ വിഷയമുള്ളത്, റീസണിങ്. എന്നാൽ ഈ പറഞ്ഞ ആദ്യത്തേത് മുഴുവനും സ്ഥാപിക്കുന്നത്, അത് വെരിഫൈഡ് ആണ് നമ്മൾ കണ്ടെത്തുന്നത് ഈ റീസണിങ് മുഖേനയാണ്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ സത്യാന്വേഷണത്തിന്റെ മാനദണ്ഡമാണ് പഞ്ചേന്ദ്രിയം, സത്യവൃത്താന്തം, യുക്തി വിചാരം. ഈ യുക്തി വിചാരത്തിന്റെ പ്രസക്തി പഞ്ചേന്ദ്രിയം കൊണ്ട് സത്യം കണ്ടെത്താനും യുക്തി വിചാരം ആവശ്യമാണ്, ടെസ്റ്റ് മണി കൊണ്ട് കണ്ടെത്താനും യുക്തി വിചാരം ആവശ്യമാണ്. ഇപ്പൊ ഉമ്മ നുണ പറയില്ല എന്ന് ഈ കുട്ടി പറഞ്ഞത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. എന്റെ നാവുമ്മൽ ഇപ്പൊ തോന്നുന്നത് മധുരമാണ് എന്ന് കുട്ടി തിരിച്ചറിയുന്നത് വിശകലന ശേഷി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, എനിക്ക് അത്ര അറിയില്ല, പക്ഷെ നാവിന്റെ ഓരോ ഭാഗത്തല്ലേ ഓരോ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നാവിന്റെ തുമ്പിൽ എന്തേ മധുരം, നാവിന്റെ തുമ്പിൽ ടിപ്പ് ഓഫ് ദ ടങ് എന്താ സ്വീറ്റ്നെസ് അല്ലേ? ആണ് അല്ലേ? കയ്പ് എവിടെയാണ്? പുളി രണ്ട് സൈഡുകളിലാണ് അല്ലെ. ഈ മധുരിമയുടെ തൊട്ടു പിറകിൽ ഉപ്പിമ, എന്താ പറയാ, പുളി. നമ്മൾ ഈ വാളം പുളി ഇട്ടാൽ നാക്കുന്ന ആ സാധനം എവിടെന്നാ വരുന്നത്? പുളി എടുത്തിട്ട് സൈഡിൽ വെച്ചാൽ വെക്കാത്തത് പോലെയായിരിക്കും. പഞ്ചസാര എടുത്തിട്ട് നാവിന്റെ ബേക്ക് കൊണ്ടുപോയി വെച്ചാൽ വെക്കാത്ത പോലെയാവും. അപ്പൊ ഓരോ ഏരിയയിൽ നിന്ന് ഓരോ സാധനം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നതാണ്. പക്ഷെ അത് രസനം എന്ന് പറയുന്ന ഒരു പ്രകട ഇന്ദ്രിയം വഴിയാണെങ്കിൽ കൂടിയും അതിന് ഒരു തീർപ്പ് ലഭിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റീസണിങ്. അപ്പൊ എല്ലാതരം തെളിവുകളെയും അടിസ്ഥാനപരമായി സാധൂകരിക്കുന്ന തെളിവുകളുടെ തെളിവാണ് ഇസ്ലാമിലേത് യുക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇനി എല്ലാം യുക്തി കൊണ്ട്, ലാസ്റ്റ് എന്റെ അവതരണത്തിന്റെ ലാസ്റ്റ് ഭാഗം, എല്ലാം യുക്തി കൊണ്ടാണോ പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ എന്നുള്ളടത്താണ് പിന്നെ അടുത്ത വിഷയം കിടക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിനെ ഒരു സംതിങ് കൂടുതൽ പറയാനുള്ളത്. അതായത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യം പറഞ്ഞതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയായതുപോലെ യുക്തിയും എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ഇപ്പോ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു എന്നുള്ളത് അള്ളാഹു തരുന്ന കാഴ്ചയാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാത്, അതേപോലെ നാക്ക് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ സ്ഥാനത്തൊക്കെ എത്താൻ പറ്റണം. ഒന്നാം റാങ്ക് ഒന്നല്ലേ ഉണ്ടാകൂ, ഏറ്റവും മുൻപന്തിയിൽ ഒരാളല്ലേ എത്തുന്നുള്ളൂ. അല്ലെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഒരു മാത്സര്യ ബോധത്തോടെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലൈഫ് കരിയറിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ, ഒരു ആൻസർ ചെയ്യുമ്പോൾ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ സപ്ലൈ നമ്മുടെ ബ്രെയിനിൽ അത് വർക്ക്ഔട്ട് ആവുന്നത് നമ്മൾ കരുതുന്ന ലെവലിലല്ല. ഇത് പുറമേ നിന്ന് പമ്പ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായി ചില കാര്യങ്ങൾ ആത്യന്തികമായി യുക്തിയെ കൊണ്ടും നമുക്കൊരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. സ്വാഭാവികമായി നമ്മൾ അവിടെ തീർപ്പ് കൽപ്പിക്കേണ്ടി വരും. എല്ലാ കാര്യത്തിന്റെയും നിജസ്ഥിതി കണ്ടെത്താൻ ശക്തിയുള്ള യുക്തി അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. ഒരു മൊബൈൽ ഫോണിന്റെ മെമ്മറിക്ക് ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന്റെ റോമിന് ലിമിറ്റ് ഉണ്ട്. അതേപോലെയാണ് മനുഷ്യന്റെ ബ്രെയിനും. മനുഷ്യന്റെ ബ്രെയിനിൽ എത്ര പെറ്റാബൈറ്റ് കൊള്ളും? സംതിങ് ഒന്നിനു ശേഷം എത്രയാ? 35 പൂജ്യമോ മറ്റാണെന്ന് തോന്നുന്നു. ഒന്നിനു ശേഷം 100 പൂജ്യം ഇട്ട സംഖ്യന്റെ പേരെന്താ? ഒന്നിനു ശേഷം 100 പൂജ്യം ഇട്ടാൽ ആ സംഖ്യയുടെ പേര് നിങ്ങൾക്കറിയാം. ഒന്നിനു ശേഷം 1 പൂജ്യം 10 100 1000 10000 ലക്ഷം. 100 പൂജ്യം വന്നാൽ ആ സംഖ്യന്റെ പേര് ഒരു കാൽപ്പനിക സംഖ്യയാണ്, റിയൽ അതില്ല. ഗൂഗിൾ ഒന്നിനു ശേഷം മാക്സിമം ഇടാവുന്ന സംഖ്യ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ അങ്ങോട്ടൊക്കെ പോയതാണ്. ഒന്നിനു ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 പൂജ്യം ഇട്ട സംഖ്യ എത്രയാണോ അത്ര പെറ്റാബൈറ്റ് മെമ്മറി ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ കൊള്ളും. അപ്പൊ നമ്മളൊന്നും വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയുടെ 100ൽ ഒരു അംശം പോലും ഉപയോഗിക്കുന്നവരല്ല. അപ്പൊ നമ്മളൊരിപ്പോ വിശുദ്ധ ഖുർആന്റെ എല്ലാ ഭാഗവും മനഃപ്പാഠമാക്കിയ ഒരു കുട്ടി നമുക്ക് അത്ഭുതമാണ്. അതേസമയം ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ മൊത്തം മനഃപ്പാഠമാക്കി
10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കി, 10,000-കണക്കിന് ഗദ്യങ്ങളും പദ്യങ്ങളും മനഃപ്പാടമാക്കി, ലോക ചരിത്രം മനഃപ്പാടമാക്കി. എന്നിട്ടും ദാഹിച്ച ഒരുപാട് കുട്ടികളുണ്ട്. എന്നിട്ടും തലക്ക് പോരാ, നിറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ ബ്രെയിൻ പോലും ഒരു പെറ്റാബൈറ്റ് പോലും കംപ്ലീറ്റഡ് അല്ല. അപ്പൊ ഇത്രയും ഒരു പരിമിതി മനുഷ്യന്റെ തലക്ക്, ഇത്രയും സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടിയും അവിടെയും ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. അതിനപ്പുറത്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അത് നിങ്ങൾക്ക് അനുഭവിച്ച് പറയാൻ വിചാരിച്ചാൽ എക്സാമ്പിൾ ഇപ്പൊ നോക്കൂ, 4 മൂലയുള്ള ത്രികോണം നിങ്ങൾക്ക് അനുമാനിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് പൊട്ടത്തരമാണ് ഞാൻ ചോദിക്കുന്നതല്ലേ? നിങ്ങളുടെ ബ്രെയിനിൽ അത് വരുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഉരുണ്ട ചതുരം വരുന്നില്ല. നോർത്ത് പോളിന്റെ അപ്പുറത്തുള്ള വടക്കൻ രാജ്യം വരുന്നില്ല. ഇതെന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയട്ടെ, 1000 തലയുള്ള മനുഷ്യൻ നിങ്ങളുടെ ബ്രെയിനിൽ വന്നില്ലേ? ഞാൻ മാത്രം പറയാണോ? 1000 തലയുള്ള രാവണൻ നിങ്ങളുടെ ബ്രെയിനിൽ വന്നിട്ടുണ്ടോ? ഇനി 1000 ഇങ്ങനെ എണ്ണണ്ട, കുറെ തലയുള്ള രാവണൻ വന്നില്ലേ? എന്നാൽ ലോകത്ത് 1000 തലയുള്ള രാവണൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് 4 മൂലയുള്ള ത്രികോണം സങ്കല്പിക്കാൻ കഴിയാത്തത്, അത്രത്തോളം പോകാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ അനുഭവം 3 ഡയമെൻഷൻസ് മാത്രമാണ്. നീളം, വീതി, ആഴം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അനുഭവം. അപ്പൊ നീളം, വീതി, ആഴം എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച ചില സാധനങ്ങളുണ്ട്. ആ സാധനത്തിന്റെ അപ്പുറം നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. ഇൻ ഷോർട്ട്, ഞാൻ കുറെ കാട് കയറിയെന്ന് തോന്നുന്നു, നിങ്ങൾ പറയലാണെന്നോട് നല്ലത്. ഞാൻ പറഞ്ഞത് ഇത്രയാണ്: സെൻസൽ പഞ്ചേന്ദ്രിയങ്ങൾ, വാല്യ ടെസ്റ്റിമണി, അതിന്റെ കൂടെ റീസണിങ് കൂടി ഇസ്ലാമിൽ സത്യാന്വേഷണത്തിന്റെ വലിയ മാനദണ്ഡമാണ്. പക്ഷെ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യം, ഈ റീസൺ കപ്പാസിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചില മേഖലകളിൽ അവിടെയുള്ള നമ്മുടെ ലോജിക് എന്ന് പറയുന്നത് ആ ലിമിറ്റേഷൻസിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ ലോജിക് ഇൻവാലിഡ് ആണെന്ന് പറയുന്നവർ ലിമിറ്റേഷൻ ഇല്ല എന്ന് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. മാത്രമല്ല, എത്ര മിനിറ്റായി എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കിയിരുന്നോ ഞാൻ എത്ര മണിക്കാണ് തുടങ്ങിയത് എന്ന്? സമയത്തെ കുറിച്ച് നിങ്ങൾ തീരെ കൺസേൺഡ് അല്ല, ബോധമുണ്ടല്ല. ലൈഫ് ഈസ് പാർട്ട്, ടൈം ഈസ് ലൈഫ്. ഇവിടെ വരുന്ന എപ്പോഴാണ് ഇരുന്നത്, ഇയാൾ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര മിനിറ്റ് പറഞ്ഞു, എപ്പോഴാണ് ഇറങ്ങിപ്പോവുക എന്നുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ അലേർട്ട് ആയിരിക്കണം. കാരണം ടൈം ഈസ് പ്രീഷ്യസ്. മാത്രമല്ല, ലൈഫ്, സമയമാണ് ജീവിതം. അപ്പൊ ഇനി ബാക്കി ആങ്കർ ഇടപെടും, നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. കാര്യം ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് തന്നെ കമന്റ് ചെയ്യണമെന്നില്ലേ? ഞാൻ പറഞ്ഞ ഏരിയ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ ആ ഏരിയയിലേക്ക് എന്നെ കൊണ്ടുപോകലാണ് അതിന്റെ ഒരു നല്ല കാര്യം. വളരെ മികച്ച രീതിയിലുള്ള ഒരു ആമുഖം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ സെഷൻ തുടരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ശാസ്ത്രം, മതം എന്നുള്ള ഒരു ചർച്ചയിൽ എപ്പോഴും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ടിംഗ്: സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം, റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ് എന്ന്. അപ്പോൾ ഒന്നിനെ പൂർത്തീകരിക്കാൻ മറ്റൊന്ന് നിർബന്ധമാണ്, പരസ്പര പൂരകമാണ് എന്നുള്ള രീതിയിലാണ് ഐൻസ്റ്റൈൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതൊരു മുസ്ലിം എന്ന നിലക്ക് ഈ ഐൻസ്റ്റൈൻ്റെ ഈ വാക്കിനോട് നമുക്ക് എത്രമാത്രം യോജിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിയോജിക്കാൻ പറ്റും? മതത്തിന് ശാസ്ത്രം നിർബന്ധമാണോ, ശാസ്ത്രത്തിന് മതം നിർബന്ധമാണോ എന്നുള്ള ഈ ഒരു കോട്ടിംഗ്? സദസ്സിലാർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ട് അതേപറ്റി? അതില് ഈ ഐൻസ്റ്റൈൻ ഉദ്ദേശിച്ച മതം ഏതാണ് എന്നുള്ളതായിരിക്കാം ഒന്നാമത്തെ ഒരു കാര്യം. ഞാനങ്ങനെ മനസ്സിലാക്കുന്നു. ഇതിന് ഈ എയ്ത്തിസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വിശദീകരണം കൂടിയാണത്. ഐൻസ്റ്റൈൻ ഉദ്ദേശിച്ചത് നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു പ്രാക്ടീസിങ് റിലീജിയനെ കുറിച്ചല്ല, മറിച്ച് ഈ എപ്പിസ്റ്റമോളജിയിൽ റിലീജിയൻ എന്ന് പറയുന്നത് ഫിലോസഫിയെ കുറിച്ചാണ്. അപ്പോ ഈ ലബോറട്ടറി മുഖേന അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റ് മുഖേന മനസ്സിലാക്കാൻ പറ്റാത്ത ചില നിയതമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ സയൻസിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരു ഡിവൈൻ ഹാൻഡ് ഉണ്ട് എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ സന്ദർഭത്തിൽ. അതിലേക്ക് ഇതിനെ കൂട്ടിവെക്കേണ്ട ഒരു ദാരിദ്ര്യം വാസ്തവത്തിൽ മതത്തിനില്ല. ഐൻസ്റ്റൈൻ വെരിഫിക്കേഷൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ദൈവാസ്തിക്യം റിയലായി ഫാക്ച്വലി അവിടെ ഉണ്ട്. അതിലേക്ക് ഐൻസ്റ്റൈന് എത്രത്തോളം എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഐൻസ്റ്റൈൻ വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് ഈ പറയുന്നത് പോലെ ഇപ്പോ സയൻസ് ആധാരമാക്കുന്ന ബേസുകൾ, മാത്തമാറ്റിക്കൽ ആപ്ലിക്കബിലിറ്റി. ആൻ എക്സാമ്പിൾ, 1 കൂട്ടണം 1 = 2. ഇതൊരിക്കലും ഈ പറയുന്ന പോലെ ഇൻഡക്റ്റീവായി തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി സാധാരണ നമ്മൾ ഉദാഹരിക്കാറുള്ളത് പോലെ ഇന്ത്യയിൽ 100 ഡിഗ്രി വെള്ളം തിളച്ചിട്ട് 100 ഡിഗ്രി ചൂടാകുമ്പോൾ പച്ചവെള്ളം തിളക്കുന്നു.
ഇത് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഇങ്ങനെ തന്നെ ആകുമോ? ഒരു സംശയം. അപ്പോൾ യൂണിവേഴ്സൽ സിമിലാരിറ്റി അല്ലെങ്കിൽ റെഗുലാരിറ്റി, സ്പേഷ്യസ് റെഗുലാരിറ്റി, ടെമ്പർ റെഗുലാരിറ്റി, പല പേരുകളിൽ പറയുന്നു. ഇങ്ങനെയുള്ള ഫിലോസഫിക്കൽ ബേസുകൾ മുൻനിർത്തിയാൽ മാത്രമേ സയൻസ് മുന്നോട്ട് പോവുള്ളൂ. എന്നാൽ ഫിലോസഫിക്കൽ ബേസുകൾ സയൻസ് മുഖേന തെളിയിക്കണം, സയൻസിന്റെ അടിസ്ഥാന ബേസുകൾ ഫിലോസഫി കൊണ്ട് രൂപപ്പെടുത്തണം. എന്നുള്ളതിനപ്പുറം ജീസസ് ക്രിസ്റ്റ് ഇല്ലാതെ ലോകം നിലനിൽക്കില്ല എന്നോ, മുസ്ലിംസ് പറയുന്നത് പോലെ അള്ളാഹു ഇല്ലാതെ ഈ പ്രപഞ്ചം നിലനിൽക്കില്ല എന്നോ ഐൻസ്റ്റൈൻ പറഞ്ഞു എന്ന് പറയേണ്ട ദാരിദ്ര്യം ഇസ്ലാമിസ്റ്റുകൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിന്റെ തലേതാണ്. ഐൻസ്റ്റൈൻ പോലും ദൈവാസ്തിക്യം കണ്ടെത്തി, സോ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്ന് വിലപിക്കേണ്ടവരല്ല നമ്മൾ എന്നുള്ളത്. ഞാൻ പറഞ്ഞ തലം മനസ്സിലാക്കണം. അത് ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞിടത്തും ആ വിഷയമുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അതായത് ലഹരിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി ദുഃഖങ്ങൾ മറക്കാനുള്ള, പതിതർക്കും പരാജയപ്പെട്ടവർക്കും മുന്നോട്ട് പോകുവാൻ പ്രചോദനം നൽകുന്ന, ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു മെറ്റാഫിസിക്കലായ മോട്ടിവേഷനാണ് മതം. ആ മതം കൊണ്ട് ഇവിടെ തൊഴിലാളികൾക്ക് 5 പൈസയുടെ ഉപകാരമില്ല. അതൊരു സ്വപ്നാടനമാണ് എന്നാണ് ഉദ്ദേശം. കാരണം മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മതം ഇവിടെ ഇറലവൻ്റ് ആണെന്ന് പറയാൻ ഉദ്ദേശം. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു തലം തന്നെയാണ് അവിടെയുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, മറ്റാർക്കും പറയാം. ഹലോ സാർ, ഞാൻ +2 വിദ്യാർത്ഥിയാണ്. നജാദ് എന്നാണ് പേര്. ഇപ്പോൾ അള്ളാഹു എല്ലാം നമ്മുടെ ജീവിതത്തെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നതും? ആ ഒരു ഒഴുക്കിൽ ജീവിച്ചു പോയാൽ പോരെ? ഒന്നുകൂടി പറയാമോ ആ ചോദ്യം? എന്താ? അള്ളാഹു എല്ലാം നമ്മുടെ ജീവിതത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് പഠിക്കുന്നതും അതിനെപ്പറ്റി പിന്നെ പിന്നെ വേറെ ചെയ്യാൻ മുതിരുന്നത്? മാക്സിമം അടങ്ങാറാവ്. ഇപ്പൊ എന്നെ അടങ്ങാറൊക്കെയല്ലേ ചോദിക്കുന്നത്, അപ്പൊ കുറച്ച് അടങ്ങാറായി ചോദിക്കും. പ്രീ പ്ലാൻഡ് അല്ലേ, അല്ലെങ്കിൽ ആദ്യമേ ഓൾഡ് റിട്ടൺ തിരക്കഥയല്ലേ എന്നാണ് പറയുന്നത് അല്ലേ? സിമ്പിളായി പറഞ്ഞാൽ എന്താണ് നമ്മളെ പറ്റിയുള്ള തിരക്കഥ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് അതത് സമയം ചെയ്തു പോവുക എന്നുള്ള ഒരു ടാസ്ക്കാണ് നമുക്കുള്ളത്. വലിയ വിഷയങ്ങളിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകണ്ട. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പൊക്കിയ കാല് നിലത്ത് കുത്താൻ പറ്റുമോ, നിലത്ത് കുത്തിയ കാല് പൊക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഒരു അറിയില്ല. ഒരു ക്യൂരിയോസിറ്റി അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊരു കലാത്മകമായി സമീപിച്ചാൽ മതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നേരത്തെ അള്ളാഹു കരുതിയത്, ഇതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ മുമ്പിൽ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതാണ് നമുക്കിത് ചെയ്യാനും ചെയ്യാതിരിക്കാനും പറ്റും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ എക്സാം, നമ്മുടെ മുമ്പിൽ ഉള്ള അനുഭവമാണ്. നമുക്കത് പഠിക്കുകയും ചെയ്യാം, കടന്നിറങ്ങുകയും ചെയ്യാം. മറ്റേത് അള്ളാഹുവിന്റെ സൈഡിലുള്ള കാര്യമാണ്. അള്ളാഹു കരുതിയത് എന്താണെന്നുള്ളത് നമുക്കത് അറിയില്ല. നമ്മുടെ മുമ്പിൽ ഉള്ള ഓപ്ഷൻ, നമുക്കിപ്പോൾ ബോധ്യാവുന്ന കാര്യം എന്താണ്? എനിക്ക് ഉറങ്ങുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ പഠിച്ചൊന്ന് കൂട്ടിക്കോ. അപ്പോൾ ആ പഠനം കഴിഞ്ഞതിന് ശേഷം നാം തിരിച്ചറിയുന്നു, ഞാൻ പഠിക്കും എന്നാണല്ലോ അള്ളാഹു കരുതിയത്. ഇത് നമ്മൾ ഉറങ്ങി തീർത്തൊന്ന് കൂട്ടിക്കോ. പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് അലാറം അടിച്ചത്, അതുവരെ ഉറങ്ങി. 9:40 പരീക്ഷയാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ പഠിക്കില്ല എന്നാണ് അള്ളാഹു തീരുമാനിച്ചത്. ഇത് നമുക്കത് കഴിഞ്ഞിട്ടേ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് എന്ത് മാത്രമാണ്? അതിൽ ഇല്ലോജിക് അല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലോജിക് പ്രശ്നം അവിടെ ഇല്ല. എന്തുകൊണ്ടാണ് അറിയോ? ഇപ്പോ ഇവിടെ ഒരു സംഭവത്തിന്റെ വിഷയം പറഞ്ഞു. സ്വാതന്ത്ര്യ ഇന്ത്യയെ കുറിച്ച് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ആൾക്കാർ സാമാജിസ് ഒക്കെ ഫ്രീ വില്ലിൽ പറയുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഒരു കുട്ടീൻ്റെ ചോദ്യം എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ഏരിയയിൽ ചായ വെള്ളം എന്താ വേണോ? നിങ്ങൾക്ക് ഫസ്റ്റ് ആയത് കൊണ്ട് നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെ എന്തായിരുന്നോ? നിങ്ങൾക്ക് വേണ്ടെന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ബൈബിൾ എന്ന് പറയാലോ. നിങ്ങൾ ചോദിക്കാഞ്ഞിട്ടല്ലേ? അപ്പൊ നമ്മള് ഫ്രീ വിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. എന്നിട്ട് ഇത്രത്തോളം പറയുന്നു, നമ്മളൊരു കാര്യം ഇപ്പൊ വിചാരിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൈക്രോ സെക്കൻഡുകൾക്ക് മുമ്പ് അത് ബ്രെയിനിൽ പ്രോഗ്രാംഡ് ആണ്. അതിന്റെ ന്യൂറോ കെമിക്കൽ എഫക്ഷൻസ് മാത്രമാണ് നമ്മുടെ ആലോചനയും സംസാരവും. എന്നിട്ട് ഇത്രത്തോളം അവർ ഉദാഹരിക്കുന്നു. ഇപ്പൊ ഒരു ആൾ തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഷൂട്ട് ചെയ്ത് കൊന്നാൽ ആ വ്യക്തിയെ ക്രിമിനൽ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പ്രസിഡന്റിനെ കൊല്ലാതിരിക്കാൻ ആ വ്യക്തിക്ക് ആവില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കൊല്ലണം എന്നുള്ള കാര്യമാണ് അവിടെ പ്രോഗ്രാംഡ്, കമ്പൽഡ് ആണ്. ഇനി അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സൗമ്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ ഗോവിന്ദസ്വാമിക്ക് പറ്റില്ല. കാരണം ബ്രെയിനിൽ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൈ നീളുന്നതിന് മുമ്പ്
പ്രീ പ്രോഗ്രാംഡ്, ഇനി അങ്ങനെ അല്ലാത്തൊരു ഓപ്ഷൻ അദ്ദേഹത്തിന്റെ ബ്രെയിനിലില്ല. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്? നിങ്ങളുടെ ആള് തന്നെ സ്വതന്ത്രം ഇല്ല എന്നല്ലേ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിരീശ്വരവാദികൾ പറയുന്ന ഒരു ആൻസർ ഉണ്ട്. ആൻസർ എന്താ അറിയോ? നമ്മൾ അങ്ങനെ ബ്രെയിനിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ആഴങ്ങളിലേക്ക് പോകണ്ട. നമുക്കിപ്പോ ഒരു ഫീൽ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ ഒരു ഇൻഡ്യൂഷൻ, നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്. മനസ്സിൽ എന്താ തോന്നുന്നത്? നമുക്കിപ്പോ രാഷ്ട്രപതിയെ കൊല്ലണോ കൊല്ലണ്ടേ നമ്മൾ ആലോചിക്കുകയാണ്. കൊന്നാ നല്ലത് അല്ലെ കൊല്ലാതിരുന്നാ നല്ലത്, ജയിൽ പോകാൻ ഓക്കെ ആണെങ്കിൽ കൊല്ലാം എന്നൊക്കെ തോന്നുകയാണ്. അല്ലെ ബലാത്സംഗം ചെയ്യണോ ചെയ്യണ്ട. നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ചായുന്നുണ്ട്. അതാണ് നമ്മുടെ ഫീൽ. ഈ ഫീലിംഗ് ആണ് സ്വതന്ത്ര ചിന്തയുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്നാണ് ലോകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇപ്പുറമുള്ള മറുപുറം എന്താണ്? നമുക്ക് ചെയ്യാതിരിക്കാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ചായ എടുക്കാതിരിക്കാം. ഞാൻ ചായ എടുക്കും എന്നാണോ എടുക്കില്ല എന്നാണോ അള്ളാഹു തീരുമാനിച്ചത് എന്നുള്ളത് എപ്പോഴേ ഞാൻ അറിയുന്നുള്ളൂ? എടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു, ഇപ്പോഴേ അറിയുന്നുള്ളൂ. 10 സെക്കൻഡ് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ പ്രായോഗിക ജീവിതവുമായി ഏതിന് ബന്ധമില്ല. അള്ളാഹുവിന്റെ അറിവിന് നമ്മളെ അപേക്ഷിച്ച് അതിൽ ഇടപെടുന്നില്ല. അതാണ് അതിന്റെ ഒരു വശം. ഇനി ഞാൻ ഈ പറഞ്ഞത് എന്തോ കാട് കയറിയ സംഗതിയാന്ന് തോന്നുന്നവർക്ക് ഞാൻ വേറെ എക്സാമ്പിൾ ചെയ്യാം. ഇവിടെ കൂടുതൽ മലപ്പുറം ജില്ലക്കാരായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കണ്ണൂർ ജില്ലക്കാരുണ്ട്, കൈവക്കോ. കണ്ണൂർ, ഇത്രയും കണ്ണൂരുകാരുണ്ടോ? ഇനി മലപ്പുറത്തിന്റെ ഇപ്പുറത്ത് തൃശ്ശൂർ, എറണാകുളം ആ ഭാഗത്തേക്കുള്ള ആരെങ്കിലും ഉണ്ടോ? അതുണ്ട്. കോഴിക്കോട് അതുണ്ട്. എനിക്ക് ഇത്ര ജില്ല മതി, എന്നാൽ ഞാൻ എന്റെ ജില്ല ഒഴിവാക്കുന്നില്ല. ഒരാളെങ്കിലും കൈ പൊക്കുന്നുള്ള പ്രതീക്ഷയിൽ വയനാട്. വടച്ചവനെ, എവിടെയാ? അതാ പെട്ടെന്നാ. വയനാട്ടിൽ എവിടെയാ? മാനന്തവാടി എവിടെ? പറ, ഞാൻ വയനാട്ടിലാ. എവിടെ? അഞ്ചുകുന്ന്. നടുവിലുള്ള ആളോ? കമ്പളക്കാട്. ഇയാളോ? മുട്ടിൽ. അപ്പൊ ചുരുക്കത്തിൽ എറണാകുളത്ത് നിന്ന്, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ആയിക്കോട്ടെ, കണ്ണൂരിൽ നിന്ന് ഒരു ട്രെയിൻ എങ്ങോട്ടേക്ക് പുറപ്പെട്ടു? എറണാകുളത്തേക്ക്. മോനെ, എന്റെ ചോദ്യം മറന്നുപോയോ? ആ മറക്കരുത് കേട്ടോ. ഇവന്നാണ് ഈ വേനൊക്കെ ഉണ്ടായത്. എറണാകുളത്ത് നിന്ന് ഒരു ട്രെയിൻ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. ഇപ്പൊ ആ ട്രെയിൻ എവിടെയാണുള്ളത്? കോഴിക്കോടാണുള്ളത്. ക്ലീശേ ഉദാഹരണമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ട്രെയിനിനെ കുറിച്ച് എറണാകുളക്കാരെന്താ പറയാ? The train has left the station എന്നല്ലേ പറയാ? തീവണ്ടി പോയി എന്നല്ലേ പറയാ? കോഴിക്കോട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് നിന്ന് അനൗൺസ് ചെയ്യാ, The train has arrived the station. ഇവിടെ എത്തിയിട്ടുണ്ട്, കയറിക്കോ. എറണാകുളക്കാർക്ക് അത് പോയ ട്രെയിനാണ്, കോഴിക്കോട്ടുകാർക്ക് എത്തിയ ട്രെയിനാണ്. കണ്ണൂർക്കാരെന്താ പറയാ? The train will arrive the station എന്നാ പറയാ. കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പറയാം. അപ്പൊ ഈ ഒരു ഒറ്റ ട്രെയിൻ എറണാകുളക്കാർക്ക് പാസ്റ്റ് ടെൻസ് ആണ്, കോഴിക്കോട്ടുള്ളവർക്ക് പ്രസന്റ് ടെൻസ് ആണ്, കണ്ണൂർക്കാർക്ക് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇനി ബഹിരാകാശ പേടകത്തിൽ പോയൊരു ഇമാറാത്തി അറബിക് ചക്കനില്ലേ, അവിടെ പേരെന്തായിരുന്നു? ഫുൾ ടൈം ഇൻസ്റ്റയിലാ. അതിൽ ഇൻസ്റ്റയിൽ കാര്യമായ അക്കൗണ്ടാണല്ലോ അയാൾ അക്കൗണ്ട്. സുൽത്താൻ അൽ നയാദി. എന്താ പേര്? ഒരാൾ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്നു എന്ന് കൂട്ടിയോ. അയാൾ സൂം ചെയ്തു, ഭൂമി സൂം ചെയ്തു, ഇന്ത്യ, കേരളം, കേരളത്തിന്റെ കോസ്റ്റൽ ബൗണ്ടറി. എന്നിട്ട് ഈ നിസാമുദ്ദീൻ എക്സ്പ്രസിനെ ഫോളോ ചെയ്തു. ആ എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു, കോഴിക്കോട്ടെത്തി, കുറച്ചു കഴിഞ്ഞാൽ കണ്ണൂരെത്തും. ഈ കോഴിക്കോടും എറണാകുളവും കണ്ണൂരും സ്റ്റിൽ പിക്ചറായി ഒരേ സമയം കാണുന്ന സുൽത്താൻ അൽ നയാദിക്ക് ആ ട്രെയിൻ എന്താ? പോയ ട്രെയിനോ, എത്തിയ ട്രെയിനോ, ഇനി എത്താൻ പോകുന്ന ട്രെയിനോ? അദ്ദേഹത്തിന് അത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് എ ട്രെയിൻ. അയാൾക്കത് എന്ത് മാത്രമാണ്? അതൊരു തീവണ്ടി മാത്രമാണ്. ആ തീവണ്ടി സുൽത്താൻ അൽ നയാദിക്ക് പാസ്റ്റ് ടെൻസിലും അല്ല, പ്രസന്റ് ടെൻസിലും അല്ല, ഫ്യൂച്ചർ ടെൻസിലും അല്ല. കാരണം ഈ 3 കാലത്തിന്റെ പരിധി അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ, ആ മറ ആർക്ക് ബാധകമല്ല? ഈ 3 പട്ടണവും ഒന്നിച്ച് കാണുന്ന സ്പേസ് സ്റ്റേഷനിൽ പോയി സെൽഫി എടുക്കുന്ന സുൽത്താൻ അൽ നയാദിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞതുപോലെയാണ് അള്ളാന്റെ പൊസിഷൻ. അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു എന്താ ചെയ്തിട്ടുള്ളൂ? തീരുമാനിച്ചിട്ടേ ഉള്ളൂ. കാരണം അള്ളാഹുവിന് എന്ത് ബാധകമല്ല? ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ബാധകമല്ല. മനുഷ്യരിലേക്ക് ചേർക്കുമ്പോൾ അത് നേരത്തെയാണെന്ന് ഫീൽ ചെയ്യും. അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടില്ല, അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഈ എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കിയ എക്സാമ്പിൾ അല്ല, ഇത് ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു മുറി, ഒരു വീടുമായിട്ടാണ് ഉപമിക്കുന്നത്. ഒരു വീട്ടിൽ 3 മുറി, ആ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറി കാണില്ല. ഓരോ മുറിയും 3 കാലമാണ്. മാദി, അതേപോലെ ഹാല്, മുസ്തഖബിൽ. പറഞ്ഞാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം.
ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു മുറിയിലുള്ള ആൾക്ക് മറ്റേ മുറി കാണാൻ പറ്റുന്നില്ല. പക്ഷെ അള്ളാഹു ആ വീട്ടിന്റെ മച്ചിലാണ്. അള്ളാഹുവിന് ആ വീട്ടിലെ 3 മുറിയും ഒന്നിച്ച് കാണാം. അതാണ് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിന്റെ വേറൊരു വേഷൻ. എന്താ ഇപ്പോ നമുക്ക് വിഷയത്തിന്റെ കാര്യത്തിൽ യുക്തിയും ലോജിക് ആയതുകൊണ്ട് ഞാൻ അതിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളതാണ്. ഈ ഇസ്ലാമിലെ പ്രാക്ടീസിങ് റിലീജിയൻ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെസ്ക്രിപ്ഷൻ ഉണ്ട്. ഇസ്ലാം കൂടുതൽ പ്രാക്ടീസിങ് ആണ്. ഇസ്ലാം കാര്യങ്ങൾ 5 കാര്യങ്ങൾ: നിസ്കരിക്കുക, നോമ്പ് നിൽക്കുക. അപ്പോൾ ഈ പ്രാക്ടീസിങ് റിലീജിയൻ ആയതുകൊണ്ട് തന്നെ ഇസ്ലാം കൂടുതൽ ചിന്തക്ക് പ്രാധാന്യം നൽകുന്നില്ല. പിന്നെ അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലൈൻഡ് സബ്മിഷൻ ആണോ ഇതുള്ളത്? അന്ധമായ വിശ്വാസമാണോ? ഖുർആനിൽ തന്നെ ഒരു ആയത്തിൽ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗൈബിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട എന്നുള്ള രീതിയിലാണോ അത് സൂചിപ്പിക്കുന്നത്? അന്ധമായിട്ട് അള്ളാഹു പറയുന്നത് ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണോ ഇതിന്റെ സൂചന? വളരെ നല്ലൊരു ആ ഏരിയയിലേക്കാണ് ആങ്കർ പോയത്. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ അറിയോ? ഒന്ന് നമുക്ക് പ്രായോഗികമായി ഇന്നത്തെ അനുഭവങ്ങൾ നോക്കാം. പ്രാക്ടീസിങ് റിലീജിയൻ കൊണ്ടുപിടിക്കുന്ന മുസ്ലിങ്ങൾ ഈ ഭൂമിയിൽ എല്ലാവരെയും പോലെ ജീവിക്കുന്നുണ്ട്. അവരുടെ ആലോചനകളിലോ ചർച്ചകളിലോ ലോക വീക്ഷണങ്ങളുടെ കാര്യത്തിലോ മറ്റുള്ളവരുടേതിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പോരായിക ഉണ്ടോ? നമ്മൾ ഈ പ്രാക്ടീസിങ് റിലീജിയൻ കൊണ്ടുപിടിക്കുന്നത് കൊണ്ട് ചിന്ത മുരടിച്ചവരാണ് എന്ന് വരുന്നുണ്ടല്ലോ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നമുക്കിത് താത്വികമായത് ഒഴിവാക്കാം. നമ്മളിവിടെ ജീവിക്കുകയാണ്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ഇല്ലാതുണ്ടോ എന്നല്ല ലോകത്തെ ഏറ്റവും സർഗാത്മകമായ ന്യൂനപക്ഷ ലോകാടിസ്ഥാനത്തിൽ നമ്മളാണ്. ഈ നാട്ടിൽ നമ്മളാണ്. നമ്മൾ കടയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ശാസ്ത്രീയമായി ഹോട്ടൽ തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടൽ തുടങ്ങലുണ്ടോ? ശാസ്ത്രീയമായി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു ഭക്ഷണം കഴിക്കലുണ്ടോ? എന്താണ് നമുക്കില്ലാത്ത അവർക്കുള്ള ഒരു ശാസ്ത്രീയത? ഇപ്പോ നമ്മൾ കടയിൽ പോയാൽ ഒരു ചാക്കരി 5 കിലോ പഞ്ചസാര 2 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയും. നിരീശ്വരവാദി പോയാൽ ഒരു ചാക്ക് സാറ്റിവ ഒറീസ റൈസ്, എന്താണ് ശാസ്ത്രീയ നാമം? 5 കിലോ സർക്രോസ്. വെളിച്ചെണ്ണയുടെ ശാസ്ത്രീയ നാമം എന്താ? കൊക്കോസ് ലൂസിഫറിയ. 2 ലിറ്റർ കൊക്കോസ് ലൂസിഫറിയ. ഇങ്ങനെയാണ് അവർ പറയാറുള്ളത്. നമ്മളും അവരും കടയിൽ പോയാൽ പറയും ഒരു ചാക്കരി 5 കിലോ പഞ്ചസാര 2 ലിറ്റർ വെളിച്ചെണ്ണ. പിന്നെ നമുക്കില്ലാത്തത് എന്താണ് അവർക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ളത്? അതൊരു വെറും വർത്തമാനമാണ്. മാത്രമല്ല, ഇനി അവിടെ ഫിലോസഫിക്കലി പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വലിയൊരു ചർച്ചയുടെ സാധ്യത തുറക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അജ്ഞാതമായ കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടത്? ആ ചർച്ച തുടങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആദ്യം വരണം. അജ്ഞാതമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. അപ്പൊ പിന്നെ മനുഷ്യൻ ഉത്സാഹിക്കും. ഈ അജ്ഞാതമായതിനെ വിജ്ഞാനീയമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇന്ന് അജ്ഞാതമായത് മുഴുവനും ഒരു ഘട്ടം വരുമ്പോൾ നിനക്ക് സുജ്ഞാതമാകും, നിനക്ക് വിജ്ഞാനീയമാകും. ആ ഘട്ടത്തിലേക്ക് എത്താൻ എന്തൊക്കെയാണ് ആവശ്യം? ഇനി ഈ പറയുന്നത് പോലെ ലോകത്ത് അജ്ഞാതമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? ഏത് പരിധിവരെ വിജ്ഞാനീയമാണ്? എവിടെ നിന്ന് മുതലാണ് അജ്ഞാതമാകുന്നത്? അപ്പോഴാണ് നമ്മുടെ ഈ ഇസ്ലാമിക് ഫിലോസഫി ഒക്കെ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ അത് പറഞ്ഞു, മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞൊരു വേൾഡ് ഉണ്ട്. ആ വേൾഡിന്റെ അപ്പുറത്ത് ഇമ്മെറ്റീരിയലായ വേൾഡ് ഉണ്ട്. അവിടെയാണ് സ്പിരിറ്റ്, അതാണ് സോൾ, അതാണ് ഏഞ്ചൽ. നമുക്ക് ഒരുപക്ഷെ ഏലിയൻസിന്റെ സാധ്യതയുണ്ട്, ലോകാവസാനം ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ പറയുന്ന തെനാട്ടോളജി എസ്കറ്റോളജി ഒക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ഒരിക്കലും അജ്ഞാതമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ ആലോചനയും അന്വേഷണവും കുറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ സാധ്യത. ഒറ്റത്തലം കൂടി ആഡ് ചെയ്ത് ഞാനത് അവസാനിപ്പിക്കാം. ഇനി നമ്മളിങ്ങനെ ഇതിന് ഡോഗ്മകൾ എന്നാണ് പറയാ, മറുവാദമില്ലാത്ത തീർപ്പുകൾ. പക്ഷെ ഈ മറുവാദമില്ലാത്ത തീർപ്പുകൾ അവരുപയോഗിക്കുന്നുണ്ട്. ഇപ്പോ നിരീശ്വരവാദികളോട് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് പറയും ദൈവം ഉണ്ട് എന്ന് പറയുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, ഞങ്ങളുടെ വാദം ദൈവം ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് അവരുടെ ചോദ്യങ്ങളുണ്ട്. നമ്മൾ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രമാണങ്ങൾ 10-20 തെളിവുകൾ, അത് മുഴുവനും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, എന്നിട്ട് അത് നിങ്ങൾ അത് വാലിഡ് അല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇനി അങ്ങോട്ടൊന്നും പോവാതെ അവർക്ക് അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു വാദമുണ്ട്. എന്താ വാദം? ഈ പ്രപഞ്ചം അനാദിയാണ്, ദിസ് യൂണിവേഴ്സ് ഈസ് സ്റ്റാറ്റിക് അബ്സല്യൂട്ട് എന്നവർക്ക് വാദമുണ്ട്. അബ്സല്യൂട്ട് എന്നുള്ള വാദം അവർ പറയുന്നത് ഒരു ചർച്ചയുടെ സാധ്യത ഇല്ലായ്മ ചെയ്യലല്ലേ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബിന്റെ മറുപുറം തന്നെയാണതും. അങ്ങനെ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ പടച്ചവനില്ല, കഴിഞ്ഞു. പ്രപഞ്ചം സ്വയംഭൂവാണ്, തീർന്നു. പ്രപഞ്ചത്തിന്റെ പിറകിൽ അനന്തമായ കാര്യകാരണങ്ങൾ വേണ്ട, തീർന്നു. ഇതൊക്കെയും അവരുടെ ഈ പറയുന്നത് പോലെയുള്ള അജ്ഞാതമായ കാര്യങ്ങളിലേക്കുള്ള വാതായനങ്ങൾ കൊട്ടിയെടുക്കുന്ന വളരെ പ്രതിലോമകരമായ നിലപാടാണ്. അപ്പൊ ഞാനിവിടെ നമ്മൾ ദീർഘിപ്പിച്ച് പറയേണ്ടതില്ല. ഈ അജ്ഞാതമായ കാര്യങ്ങളുടെ സാധ്യത തുറക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ വിജ്ഞാനാന്വേഷണത്തെ ത്വരിതപ്പെടുത്തുന്ന വാസ്തവത്തിലുള്ള ഒരു പോയിന്റ് തന്നെ. പിന്നെ എല്ലാ കാര്യവും പടച്ചവൻ പറയാൻ പാടില്ല. എല്ലാ കാര്യവും പറഞ്ഞിട്ട് A to Z മുഴുവനും ഇവിടെ വെച്ചാൽ മനുഷ്യന്മാര് നിശ്ചലമാവും, കെട്ടിക്കിടക്കും.
അപ്പൊ അതിന്റെ അടയാളങ്ങളിൽ നിന്ന് അടിസ്ഥാനം, ശില്പങ്ങളിൽ നിന്ന് ശില്പി, അങ്ങനെ ഒരു അസെൻഡിങ് ആയ ഒരു പ്രോസസ്സാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ ഇന്റലക്ച്വൽ റീസണിങ് എന്നുള്ളതാവാം അതിന്റെ ഒരു ഹിക്മത്ത്. അതുപോലെ തന്നെ പ്രസക്തമായതാണ്. ഇന്ന് ഏറ്റവും ലിബറലിസ്റ്റുകളൊക്കെ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നമ്മുടെ വിശ്വാസം ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്, ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർമിനോളജി വെച്ചിട്ടാണ് അവർ, അതായത് നമുക്ക് എന്താണോ അറിയാത്തത്, ഈ ലോകത്ത് നമുക്ക് മനസ്സിലാകാത്തത് എന്താണോ അവിടെയൊക്കെ പടച്ചോനെ അല്ലെങ്കിൽ ദൈവത്തിനെ സങ്കല്പിക്കുക എന്ന രീതിയാണ് വിശ്വാസത്തിന്റെ യുക്തി. അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നുള്ളത് യഥാർത്ഥത്തിലൊരു നെഗറ്റീവായിട്ടാണോ നമ്മളതിന് മനസ്സിലാക്കേണ്ടത്? അത് നമുക്കൊരു വീഴ്ച പറ്റിയതാണോ? നമ്മൾ കൂടുതൽ അന്വേഷിക്കാതിരിക്കാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണോ നമ്മൾ അതിനെ കാണേണ്ടത് എന്നുള്ളൊരു ആക്ഷേപം ലിബറലിസ്റ്റുകൾ ഉന്നയിക്കാറുണ്ട്. ഈ ഒരു ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒന്ന് ചെറിയ വിശദീകരണം. നമുക്ക് അടുത്ത ഊഴം ഇവരെ കൊണ്ടാക്കിയാൽ എന്നിട്ട് പറയാം. ഒരു ഉറങ്ങുന്ന അഭിപ്രായം ഉണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ കൂടെ വരുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അഹമ്മദ് അവാബ്, ഞാൻ +2 വിദ്യാർത്ഥിയാണ്. എനിക്കൊരു കാര്യം പറയുന്നത്, ഇസ്ലാമിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം. ആ കുട്ടിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ ജനിച്ചത് ഞാൻ ആണായത് എൻ്റെ തീരുമാനം കൊണ്ടല്ല. ഇപ്പോൾ ഒരു ഇസ്ലാമിൽ ആണിനും പെണ്ണിനുള്ള നിയമങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്കുള്ള ഔറത്തല്ല പെണ്ണിനുള്ള ഔറത്ത്, ഒരുപാട് കൂടുതലുണ്ട്. ആ പെണ്ണിന് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റില്ല പുറത്ത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആണുങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ ഏരിയകളിൽ സ്ത്രീകൾക്ക് ഇടപെടാൻ പറ്റില്ല. സ്ത്രീകൾക്ക് കുറേ പരിമിതികളുണ്ട്. അതിൻ്റെ പേരിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പല വീടുകളിലും പെൺകുട്ടികൾക്ക് അങ്ങനെ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര മനസ്സിനൊരു സങ്കടം വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇസ്ലാമിൽ ഞാൻ ഈ മുസ്ലിം ആയതുകൊണ്ടല്ലോ എൻ്റെ ഈ നിയമങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ആൺകുട്ടി ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ആൺകുട്ടി ആയിരുന്നെങ്കിൽ എൻ്റെ ഏട്ടൻ പോയാൽ മാതിരി എനിക്ക് ട്രിപ്പ് വരുന്നു. പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് കുറേ കർശനങ്ങൾ വന്ന അവസ്ഥകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ഒരു ലോജിക്ക് ഉള്ളത്? കാരണം അവരല്ല തീരുമാനിച്ചത് അവരിങ്ങനെ ഈ നിയമങ്ങളിൽ ഒതുങ്ങേണ്ടവരാണെന്ന്. അത് അള്ളാഹ് തീരുമാനിച്ചതല്ലേ. അപ്പോൾ എല്ലാം ഇസ്ലാമിൽ പറയുന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ട്, വ്യക്തമായ കാരണമുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഉത്തരം എന്താണ്? ഇങ്ങനെ പെൺകുട്ടികൾ, ഇങ്ങനെ സങ്കടപ്പെടുന്ന പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരം എന്താണ്? ഉത്തരം എന്താ? ഒരു ഉത്തരം എനിക്ക് പറഞ്ഞുതരുമോ? ആകട്ടെ, ആരെങ്കിലും അതിനൊന്ന് ആൻസർ ചെയ്യോ? അതാണ് ഇവിടെ ആൻസർ മാത്രമേ വേണ്ടുവേ. ഈ ജീവിതം പരീക്ഷണമാണ്. അതാ എനിക്ക് മനസ്സിലായില്ല. അതായത് പെൺകുട്ടികളുടെ ആ രീതിയിൽ ജീവിച്ച്, അതായത് ദുനിയാവാണല്ലോ, ദുനിയാവില് പരീക്ഷണത്തിന്റെ സ്ഥലമാണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരങ്ങളൊന്ന് സമാഹരിക്കാം. ഒരു സൂഫി ലെവൽ ഉത്തരമാണ് വന്നത്. ഈ ലോകം അത്തരം വൈകാരികമായ വേദനകൾ സഹിക്കാനുള്ളത് കൂടിയാണ്. അതിന്റെ പ്രതിഫലം മറ്റൊരു ലോകത്ത് നിന്ന് കിട്ടും. അതൊരു വളരെ നല്ലൊരു ഉത്തരമാണ്. നമ്മൾ ഉത്തരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഉത്തര ദാരിദ്ര്യമുണ്ട് ഇവിടെ. അല്ല ഇതുപോലെ ആണിനും പെണ്ണിനും രണ്ട് റോളാണ് കൊടുത്തിക്കണത്. ഇപ്പൊ നമ്മളൊരു ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യുമ്പോൾ എല്ലാതും ഒരേ സൗണ്ട് ഉണ്ടെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. ഒരു ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോഴേ എല്ലാതും ഒരേ സൗണ്ട് ഉണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. ലോജിക് വേറെ സൗണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പലവർണ്ണങ്ങളുടെ മഴവില്ലാണ്. അപ്പൊ പലവർണ്ണങ്ങൾ വേണം. ഒരു നിറം കൊണ്ട് മഴവില്ലില്ല, ഒരു പൂ കൊണ്ട് പൂവാടിയില്ല. ആൺ വേണം, പെൺ വേണം, വ്യത്യസ്ത റോളാണ്. ആ റോളുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നീതി എന്നുള്ളതാണ് വളരെ വാലിഡ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള വേറെ ആൻസർ. ഇനിയും ഉത്തരങ്ങൾ ക്ഷണിക്കുന്നു. അടുത്ത നമ്മളെ കുട്ടികൾ വളരെ അഡ്വാൻറ്റേജ് ആണ്. ഹലോ ഉസ്താദ്, വേറൊരു ചോദ്യം. ഈ ചോദ്യം നമ്മൾ ആട്ടെ, ഇത് കഴിഞ്ഞിട്ടാകാം. എന്റെ പേരെന്താ? മുഹമ്മദ് യാമിൻ. ആദ്യം പറഞ്ഞാളോ? അബ്ദുൽ ഹദ്. നേരം കൊണ്ടത് ബേക്കിലതാ ഉത്തരം. ഒന്നും കൂടി ലാസ്റ്റ് ചാൻസ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവരെയും കൂടി നമുക്ക് ക്ഷണിക്കാം ഇങ്ങോട്ടേക്ക്. പറയുന്നുണ്ടോ? പറയോ? അവര് പറയുന്നുണ്ടോ? ഉത്തരണ്ടോ ബാക്കില്? ഉത്തരാണ് വേണ്ടത്. ഒരാള് മൈക്കില് പറയാം. എങ്ങനെ പറ്റൂല? പറ്റൂല. എന്ത് പറ്റൂലെന്ന്? ഒരുപോലെ കാണാൻ പറ്റൂല.
ഒരുപോലെ ആകാൻ പറ്റൂല എന്ന്. അത് ഭയങ്കര ഒരു തീരുമാനം വന്നു. പറ്റൂല, വാർത്താനില്ല. നല്ല ഉത്തരം, ബോൾഡ്. അതൊരു ഉത്തരാണല്ലോ. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഉത്തരങ്ങളായി വരുന്നില്ല കുറെയൊക്കെ. പക്ഷെ നമുക്ക് അവിടെ ചോദ്യോത്തരങ്ങൾ എന്നുള്ളതിനപ്പുറം ഒരു വൈകാരികതയാണ് അവിടെ കിടക്കുന്നത്. നമ്മളല്ലെങ്കിലും ഈ സ്വതന്ത്ര ചിന്തയുടെ ലോകം പരിശോധിച്ചാൽ ഈ മതം ഒഴിവാക്കിയവരുടെ കാരണം, അവരുടെ പ്രേരണ വസ്തുതാപരമായിരിക്കില്ല, ഇമോഷണൽ ആയിരിക്കും. അവരൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നുകിൽ ആ നാട്ടിൽ, ആ മഹലിൽ അവർക്ക് കമ്മിറ്റിയിൽ അവർ ഉപ്പാക്ക് വോയിസ് ഇല്ല, അല്ലെങ്കിൽ ഇക്കാക്ക് വോയിസ് ഇല്ല, അതൊക്കെ വലിയ പണക്കാരുടെ ഒരു ലോകമാണ്. അപ്പോൾ പ്രതിഷേധിക്കുന്നു, പോകുന്നു. അത് ഒന്നുകൂടി ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ ഈ ജാതി പ്രശ്നമുണ്ട്, കല്യാണം നടക്കുന്നില്ല, അപ്പോൾ വേണ്ട. ഇനി നമ്മുടെ ഇടയിൽ തന്നെയാണെങ്കിൽ ഇന്റർകാസ്റ്റ് വേറെ മതത്തിലെ പെൺകുട്ടികളെ കിട്ടണം, അല്ലെ ഇപ്പുറത്തുള്ള അവർക്ക് ഇങ്ങോട്ടൊക്കെ വരണം, നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ദുർബലമായ സംഗതിയുടെ പുറത്താണ് ഇത് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ഇപ്പോ ഇനി ചോദിച്ചതിൽ തന്നെ ജനിച്ചതിന് ശേഷം എന്നുള്ളൊരു ടേം പറയുന്നുണ്ടല്ലോ, അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. നമ്മൾ സ്വയം ഇവിടെ വന്നതല്ല എന്നുള്ള ഒരു അനിഷേധ്യമായ സത്യമുണ്ട്. നമ്മൾ ആരോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നുള്ളത്. അപ്പൊ ആ കൊണ്ടുവന്ന ആക്കൊരു പ്ലാൻ ഉണ്ടാവൂലേ? മാസ്റ്റർ ആരാ? ഇപ്പോ ഇന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് കൊല്ല? 2007. 2006 ഇല്ല. 2006 ഈ ലോകത്ത് ഇല്ലാത്ത, 2007 ഈ ലോകത്തുള്ള എക്സ് അല്ലെ, ഞാൻ എന്റെ കാര്യം എടുക്കാം, എന്നെ ഈ അനുഭവ ലോകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതൊരു വലിയ കാര്യം. ഞാൻ വൈകാരികമായിട്ടാണ് പറയുന്നത്, വസ്തുതാപരമല്ല. ഞാൻ ഈ ലോകത്തില്ലെങ്കിൽ എനിക്ക് എത്ര വലിയ നഷ്ടമായിരുന്നു. എനിക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റൂല, ഇത് രുചിക്കാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, പാട്ട് കേൾക്കാൻ പറ്റൂല, ആൺകുട്ടികളെ കാണാൻ പറ്റൂല, പെൺകുട്ടികളെ കാണാൻ പറ്റൂല. ഈ അനുഭവപരതയുടെ ഫലമകളിലേക്ക് എന്നെ ഒരു അതിഥിയെ പോലെ, രാജകുമാരനെ പോലെ ആര് കൊണ്ടുവന്നതാണ്? ഞാനല്ലാത്ത ആരോ കൊണ്ടുവന്നതാണ്. ഞാൻ വിചാരിച്ച് ഞാൻ വന്നല്ല. എന്നെ ഉണ്ടാക്കി എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പോലും അറിയില്ലേനും ഞാനെന്ന് പറയുന്ന ഒരാൾ വരും എന്നുള്ളത്. അപ്പൊ ആരോ കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ ആരോ ഇട്ട് തന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റീസണിങ്. കുറെ കുട്ടികൾക്ക് വന്ന ബുദ്ധിയാണ്, കുറെ കുട്ടികൾക്ക് പകുതി ബുദ്ധിയാണ്, കുറെ കുട്ടികൾക്ക് ഫുൾ ബുദ്ധിയാണ്. പക്ഷെ നമ്മളൊരു ഫുൾ ബുദ്ധിയുള്ള കുട്ടിയായി. ഈ രണ്ട് ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ എന്നൊരു ചിന്ത വരുമ്പോ വാസ്തവത്തിൽ നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച ആതിഥേയനായ മാസ്റ്ററായ നമുക്ക് ജീവിതം തന്ന ഒരാൾക്കെതിരായ വിചാരമാവുന്നില്ലേ അത്? അങ്ങനെ ഒരു ഇമോഷണൽ തലവടെ ഇല്ലേ? ഇനി അത് കേവലം ഇമോഷണൽ തലം മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗർഭാശയത്തിൽ വെച്ച് തീരുമാനം ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു, ഞാനത് കുറച്ച് വസ്തുത പറയാണ്. ക്രോമസോം വ്യതിയാനം മൂലം അതിന്റെ സയൻസ് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? എങ്ങനെയാണ് XX ആവുന്നത്, XY ആവുന്നത്? അവിടെയുണ്ട്. എന്നിട്ട് പിന്നെ അതിന്റെ പ്രശ്നം പറയാം. ഇനി സാമൂഹികമായ തലത്തിലേക്ക് നമ്മൾ വന്നാൽ ഉപകാരവും ഉപദ്രവവും, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഏത് ആർഗ്യുമെന്റുകൾക്കും ഉണ്ടാവും. അപ്പൊ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു തിയറി വാലിഡ് ആവുന്നത്, ഫാക്ട് ആവുന്നത് സാമൂഹികമായി അതിന്റെ മെറിറ്റ്സ് കൂടുമ്പോഴാണ്. ഇപ്പോ ഈ പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി, അതാണ് അതിന്റെ ഒരു ആത്യന്തികത. അത് മുഖേന ഈ സമൂഹത്തിന്, അല്ലെ ആ പറയുന്ന വ്യക്തിക്ക് ആകെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ, മെറിറ്റുകൾ ഒരു ഭാഗത്ത് വെച്ചോ, ഡീമെറിറ്റ്സ് മറ്റൊരു ഭാഗത്ത് വെച്ചോ, എന്നിട്ടൊന്ന് സംസാരിച്ചു നോക്കും. ഇപ്പൊ അനാട്ടമിക്കൽ സെക്ഷൽ ഓർഗാൻ, മൂത്രമൊഴിക്കുന്ന അവയവം, അത് നോക്കിയിട്ട് ജെൻഡർ തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മറിച്ച് അനാട്ടമിക്കൽ യൂറിനറി ഓർഗാൻ നോക്കിയിട്ട് സെക്സേ തീരുമാനിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ 18 വയസ്സായാലാണ് ജെൻഡർ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ജെൻഡർ കൺഫർമേഷൻ ഏജ്, അതാണ് അതിന്റെ ഇന്നത്തെ ഒരു നിയമപരമായ വശം. പക്ഷെ 18 എന്നുള്ളതിന്റെ ഒരു ലോജിക് എന്താ? ഞാൻ വൈകാരിക സൈഡ് മാറ്റി ഫാക്ച്വലാക്കി. കാരണം ഇന്ത്യയിലാണ് 18, മീൻസ് കോമൺവെൽത്ത് കൺട്രീസിലാണ് 18. ബ്രിട്ടീഷ് കൊണ്ട് ഭരിച്ച നാട്. അത് യൂറോപ്യൻ യൂണിയനിൽ 16 അമേരിക്കയിൽ 17 GCCയിൽ 20 ബഹ്റൈനിൽ 21 ജസ്റ്റ് മാറും, പഴയ ഓർമ്മയിൽ പറയണം, 1-2 കൊല്ലം മുമ്പുള്ള അപ്ഡേഷനാണ്. ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, തായ്വാൻ, ചൈന, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയയില്ല, അവിടെ പറ്റുകയില്ല. ജപ്പാൻ, അവിടെയൊക്കെ 13, ചൈനയിൽ 12, ഉത്തര കൊറിയയിൽ പാടില്ല, റഷ്യയിൽ നിലവിൽ പാടില്ല. ഒരുവിധം ഈ പിന്നെ ഞാൻ പറയുന്നത് ഈ 18-ാം വയസ്സിൽ എന്താണ് പ്രത്യേകിച്ച്, അതിന് സയന്റിഫിക്കലി ആൻസർ വേണം. അപ്പൊ അവര് പറയും 18-ാം വയസ്സ് എന്നുള്ളത് മനുഷ്യന് വിവേചനം കിട്ടുന്ന ഒരു ഏജാണ്. ഒരിക്കലുമല്ല. ന്യൂറോ സയന്റിസ്റ്റ്, ഇപ്പൊ ലേറ്റസ്റ്റ് പഠനം, സാറ ആർഡന്റെ ഒരു സ്റ്റഡി എന്റെ ഫോണിലുണ്ട്. ഒരു സീരിയസ് ആയ ഒരു ചർച്ചയാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം. അതിൽ സാറ ആർഡൻ പറയുന്നത് മനുഷ്യന് 2 തരം പ്യൂബർട്ടി ഉണ്ട്, പ്രായപൂർത്തി. ഒന്ന് മെറ്റബോളിക് പ്രായപൂർത്തി, മറ്റൊന്ന് ഇന്റലക്ച്വൽ പ്രായപൂർത്തി, പ്യൂബർട്ടി.
മെറ്റബോളിക് പ്യൂബർട്ടിയാണ് ഈ പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ മെൻസസ്, ആൺകുട്ടിയാണെങ്കിൽ ഈ സമൺ പുറപ്പെടുവണം. അതേസമയം ഇന്റലക്ച്വൽ പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കോർട്ടക്സ്, ബുദ്ധിയുടെ തികവാണ്. അത് പറയുന്നത് ഫ്രം 26 to 40 ആണ്. 26 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് അതിന്റെ ഏജ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് 40 വയസ്സാന്നുള്ളത് ന്യൂറോ സയൻസിന്റെ ഒക്കെ ഒരു പാരിപ്രേക്ഷ്യത്തിൽ വളരെ ഫിറ്റാണ്. 40 വയസ്സ് വരെ ആൺകുട്ടിയോ അല്ല പെൺകുട്ടിയോ അല്ല, കുട്ടി മാത്രമാണ്, ബോയും ഇല്ല ഗേളും ഇല്ല, സ്റ്റുഡന്റ് മാത്രമാണെന്ന് ലോകത്താരകം പറയാം. 40 വയസ്സായിട്ട് ആർക്ക് വേണം ഈ ട്രാൻസ്ജെൻഡറിംഗ് ഒക്കെ? ഇനി മാത്രമല്ല, ഇത് ഈ കൊന്നാ പാപം തിന്നാ തീരുമെന്ന് കഥ ഞാൻ പറഞ്ഞത് ടോട്ടൽ അതിന്റെ ഡീമർസ് എടുക്കണം. ഈ കോഴിക്കോട്ടെ ഒരു അച്ഛൻ പ്രസവിച്ച കഥ, ഒരു ട്രാൻസ്ജെൻഡറിംഗ് ശ്രമം പാതി വഴിയിലെത്തിയ ഒരു സംഭവം 2 കൊല്ലം മുമ്പ്. അതായത് ആണാകാൻ ആഗ്രഹിച്ച ഒരു പെണ്ണ് സ്ഥാനം ബ്രസ്റ്റ് കട്ട് ചെയ്തു. ആണിന്റെ ഹോർമോൺ, മെയിൽ ഹോർമോണിന്റെ പേരെന്താ? അതടിച്ചു. അപ്പൊ ശബ്ദം പരുത്തു, മീൻസ് സ്ഥാനയില്ല, ശബ്ദം പരുത്തു. വജീന കട്ട് ചെയ്തില്ല, ആ ഘട്ടം ബാക്കിയാക്കി. അതേ കോഴിക്കോട് തന്നെ വേറൊരു ആണിന് പെണ്ണാകണം, സ്ത്രീയുടെ ഹോർമോൺ ഏതാ? ഈസ്ട്രോജൻ അടിച്ചു. അപ്പൊ ഈ ആണിന് മുടി നീണ്ടു, ശബ്ദം നേർത്തു. ആ ആണ് പെനിസ് കട്ട് ചെയ്തില്ല. ഫലത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായ? മുടി നീണ്ട നേരിയ ശബ്ദമുള്ള ലിംഗമുള്ള പുരുഷനും മുടി ചുരുങ്ങിയ പരുത്ത ശബ്ദമുള്ള ബ്രസ്റ്റ് ഇല്ലാത്ത വജീനയുള്ള സ്ത്രീയും തമ്മിൽ ബന്ധം നടന്നു. കുട്ടി ഉണ്ടാവാൻ അടുത്തു. പിന്നെ അത് പ്രസവിച്ചു, വേറെ വിഷയം ഉണ്ടായി. ആ കുട്ടി ഉണ്ടാകാൻ അടുത്ത സമയത്ത് മീഡിയ വണ്ണിന്റെ ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. ആ പ്രതിനിധി അവരോട് ചോദിച്ചു, ഇപ്പോഴെങ്ങനെ ഉണ്ട്, ഹാപ്പി ആണോ? അപ്പോൾ ആണെന്നോ പെണ്ണെന്നോ പറയേണ്ടത് അറിയില്ല. ആ പ്രസവിക്കാൻ പോകുന്ന ആള് പറഞ്ഞു, എല്ലാം അടിപൊളി, പക്ഷെ ഒറ്റ ടെൻഷനേ ഉള്ളൂ, എനിക്ക് എൻ്റെ കുട്ടിക്ക് എൻ്റെ അവിടുന്ന് പാല് കൊടുക്കാൻ പറ്റൂലല്ലോ, കുപ്പിപ്പാല് കൊടുക്കണം. അപ്പൊ അതാണ് ഈ കൊന്നാ പാപം തിന്നാ തീരുവന്നിരിക്കും ഞങ്ങളുടെ നാട്ടിൽ. ഇനി എന്ത് ചെയ്യും? അപ്പോ അതേ സമയത്ത് ഇവിടെ വേറൊരു വൈരുദ്ധ്യം നടക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം ആൺകുട്ടികൾ ചേലാകർമ്മം ചെയ്യുന്നത് നിരോധിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആരിഫും കൂട്ടരൊക്കെ ഹൈക്കോടതിയിൽ കേസിന് പോയിരുന്നു. അപ്പൊ തന്റേതല്ലാത്ത കാരണത്താൽ മുല കുടിക്കാനുള്ള അവസരം ഇല്ലാതെ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ ബാലാവകാശ കമ്മീഷന് പരിഭവമില്ല. അതാരും ഒരു വിഷയമായിട്ട് ഉയർത്തിയിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട. ഈ കുട്ടിയോട് ചെയ്യുന്ന അനീതി ഇത് കംപ്ലീറ്റ് ആക്കിയാൽ, എനിക്ക് അതിന്റെ ലേറ്റസ്റ്റ് സയൻസ് അറിയില്ല, ആർക്കും ഇതിലാണ് ഇവിടെ കുട്ടികളൊക്കെ വയസ്സുണ്ട്, പല ആളുകളുണ്ട്. ഒരു ട്രാൻസ് വുമണിന് ഗർഭം ധരിക്കാൻ സ്വമേധയാ കഴിയില്ല, ഒരു ട്രാൻസ് മാനിന് സമൺ ഉൽപ്പാദിപ്പിക്കാൻ നിലവിൽ സ്വമേധയാ കഴിയില്ല. അതുകൊണ്ടാണ് അവരെ കുറിച്ച് ഒരു വംശീയ വാക്കല്ല, ഇങ്ങനെ ഒരു പരാമർശം മലയാളത്തിലുണ്ട്, പൂക്കാത്ത മരം. ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല, അതൊരു ആക്ഷേപ പരാമർശമായി കേൾക്കരുത്. അതേസമയം മലയാളത്തിൽ അങ്ങനെ ഒരു ടേം നിലവിൽ ടെർമിനോളജിയിലുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പൂക്കാത്ത മരങ്ങളാണ് എന്ന് അവരെ കുറിച്ച് മുസ്ലിം സൈഡിൽ നിന്ന് പോയൊരു ആക്ഷേപം അല്ലത്. അതിന്റെ നിരൂപകർ പറഞ്ഞതാണ്. കാരണം പ്രസവിക്കാൻ കഴിയാത്ത ട്രാൻസ് വുമണും സമണില്ലാത്ത ട്രാൻസ് മാനുമായിരിക്കും അതിന്റെ ആത്യന്തികത. അപ്പൊ അതിന്റെ ഞാൻ ഷോർട്ടാക്കുന്നു, അങ്ങോളം ചിന്തിച്ചാൽ അത് പ്രശ്നമാണ് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ലാസ്റ്റ് ഞാൻ അതിന്റെ 24-ൽ ഒരു ചാനലിൽ ആ സമയത്ത് ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോ എന്നെ അത് അവസാനം 7-ാം നൂറ്റാണ്ടിലെ കാക്ക പറഞ്ഞ് കുറെ ആളുകൾ കളിയാക്കുകയും ചെയ്തു. ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിച്ചു, അതായത് ഒരു ട്രാൻസ് മാനെ ട്രാൻസ് വുമണായി, അല്ല ട്രാൻസ് വുമൺ ട്രാൻസ് മാനായി സയന്റിഫിക്കലി ശാസ്ത്രീയമായി 40 ലക്ഷം റുപ്യ നടക്കും. അതേസമയം ആ മൈൻഡ് ഒരു ഫ്ലോയുടെ മൈൻഡായിരിക്കും. ഇപ്പൊ പറയാം, ഒരു ടൂർ പോകുന്ന ആൺകുട്ടികൾ, അപ്പൊ പെൺകുട്ടിക്ക് തോന്നി ഞാൻ ആൺകുട്ടിയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇനി അതേസമയം ടൂറൊക്കെ പോയി വന്നു, ഈ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു, ഈ ആൺകുട്ടിയോട് പറഞ്ഞു, നീ പോയി പാടത്ത് പോയി പശുവിന്റെ പുല്ല് പറിക്കും, അല്ല അങ്ങാടിയിൽ പോയി പിണ്ണാക്കി വാങ്ങി വാ, അല്ല എന്റെ കൂടെ നീ ഷോപ്പിലേക്ക് വാ എന്ന് പറഞ്ഞ് ഈ ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പെൺകുട്ടിയോട് പറയുന്നു, സമയം മെനക്കെടുത്തണ്ട, നീ പോയി കമ്പിളിയിട്ട് ഉറങ്ങിയോ, അല്ലെ നീ ഏതാ TV ഓണാക്കി അത് കണ്ടോ, അല്ലെ നീ ഏതാ ഉമ്മ ഏതാ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോയി തിന്നോ. ആൺകുട്ടിക്ക് റിസ്ക്, പെൺകുട്ടിക്ക് പണിയില്ല. അപ്പൊ ഇന്നലെ ആൺകുട്ടിയാകാൻ ആഗ്രഹിച്ച കുട്ടി ഇന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷെ പെൺകുട്ടിയാകാനാവും, പിറ്റേന്ന് മറിച്ചാവും, തിരിച്ചാവും, ലാസ്റ്റ് എന്താവും? അതാണ് പ്രശ്നം. ഇതിനു മുമ്പ് ചോദിച്ചിരുന്നു ഗോഡ് ഓഫ് ഗ്യാപ്സ് കൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള. ഗോഡ് ഓഫ് ഗ്യാപ്സ് നമ്മുടെ ഓഡിയൻസിന് കത്തുവോ? അതായത് പിന്നെ നമ്മളവിടെ നമ്മുടെ സ്റ്റാൻഡ് ആ ഗ്യാപ്പുകളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഗോഡിനെ വെക്കുന്നു എന്നുള്ളതല്ല, ആ ഗ്യാപ്പ് ഏതോ ഒരു ഉത്തരത്തെ തേടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവിടെ ഗ്യാപ്പ് വരുന്നു എന്നുള്ളത് അപ്പൊ നമുക്കൊരു അതിവാദമൊന്നുമില്ല, നമ്മളും അന്വേഷിക്കുകയാണ്. ഈ ഈമാന് 2 തരം അർത്ഥമുണ്ടല്ലോ. ഒന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വഹബിയായി കിട്ടുന്നത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഫാമിലിയിൽ ഉണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിന്റെ വേറെ തലം എന്താണ്? നമുക്ക് കിട്ടിയ ഈ ഈമാനാണ് ശരി എന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ള 2ാമത്തെ തലം. നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ അങ്ങോട്ട് പോകും, അങ്ങനെ ഇങ്ങോട്ട് വരും, ഡിഡക്റ്റീവ്സ് എന്ന് പറഞ്ഞുള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നമ്മളിങ്ങനെ സത്യാന്വേഷണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ, ഇപ്പൊ ദൈവാസകത്തിന്റെ ചർച്ച ഇത് കണ്ടിൻജൻസ് ആണ്. അപ്പൊ കണ്ടിൻജന്റിനെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാം? നമ്മൾ കൊണ്ടുപോയി ദൈവത്തെ വെച്ചില്ലെങ്കിലും ആ ഗ്യാപ്പ് സ്വാഭാവികമായി ദൈവത്തിലേക്ക് പോകില്ലേ? എപ്പിസ്റ്റമോളജിക്കലി ആ ഒരു വിഷയം ഉണ്ടല്ലോ.
കാരണം ഇവിടെ ഒരു ആർഗ്യുമെന്റ് നിലനിൽക്കുന്നുണ്ട്. എന്താ ആർഗ്യുമെന്റ്? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള. പിന്നെ അവിടെയുള്ള ഗ്യാപ്പിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വല്ല യുക്കിനുൻ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവർക്ക് ഉറപ്പില്ല, എന്താ പറയേണ്ടത് അറിയില്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ഇത് നത്തിങ്ങിൽ നിന്നുണ്ടായതാണോ, കാര്യകാരണ ബന്ധം കൂടാതെ ഉണ്ടായതാണോ? സാധ്യമല്ലല്ലോ. അല്ലെങ്കിൽ അം ഹുമുൽ ഖാലിഖൂൻ, അല്ലെ സൃഷ്ടികളാണോ സൃഷ്ടിച്ചത്? കണ്ടിഞ്ചൻസ് ആണോ സൃഷ്ടിക്കുന്നത്? അതും സാധ്യമല്ലല്ലോ. പിന്നെ ഈ ചെറുതിനെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരെന്തും കണ്ടിട്ടാണ് അം ഖലഖുസ് സമാവാതി വൽ അർള, ആകാശഭൂമികൾ അവരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള പോലെ സംസാരിക്കുന്നത്? അതും സാധ്യമല്ലല്ലോ. പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഗ്യാപ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്കിൻസിന്റെ ആ ഇന്റർവ്യൂ യൂട്യൂബിലുണ്ടല്ലോ ഇപ്പോഴും പാൻസ്പെർമിയ പറയുന്നത്, വേറെ ഗ്രഹത്തിൽ നിന്നായിരിക്കാം ജീവൻ വന്നതൊക്കെ പറയുന്നത്. കാരണം ഇവിടെ ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ആർഗ്യുമെന്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഏതാ ആർഗ്യുമെന്റ്? ഈ നിങ്ങളെ ഈ ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹു ഫാത്തിറുസ് സമാവാതി വൽ അർദ്, അത് നമ്മളാണെന്നുള്ളത്. അപ്പൊ ആ ഗ്യാപ്പിലേക്ക് മതം കൊണ്ടുപോയി ദൈവത്തെ വെക്കുന്നല്ല. ഈ ചർച്ചയിൽ ആ ഗ്യാപ്പ് ഒരു മാച്ചായ ഒരു ഏജന്റിലേക്ക് പോവാണ്. അതാണ് അവിടെ ഉണ്ടാവുന്നത്. ഏകദേശം 4 മണിയിലേക്ക് പോവാണ്. എനിക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ പോലെ. ആ ചോദ്യങ്ങൾ 2 ചോദ്യം ഉണ്ട്, അത് അഡ്രസ് ചെയ്യാം. ഉസ്താദ്, 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു പാവാണ്, മൃദുലമായി ചോദിക്കണം. അപ്പൊ നമ്മള് എന്തായാലും വേറെ ക്യാമ്പസിലേക്ക് പോകാൻ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പൊ കുറെ എത്തിസ്റ്റുകളൊക്കെ കാണേണ്ടതുണ്ടാവും. അപ്പൊ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ഉസ്താദ്, ഒരു മറുപടി തരണം. അപ്പൊ ഈ അള്ളാഹുവിന് എല്ലാത്തിനുള്ള കഴിവുണ്ടല്ലോ, 99 സിഫത്തുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ കഴിവുള്ള അള്ളാഹു എന്തിനാണ് മലക്കുകളെ സൃഷ്ടിച്ചിക്കണ്? എന്തിനാണ് മലക്കുകൾ അള്ളാഹുവിന്റെ പണിയെടുക്കണേ? എന്തിനാണ്? അള്ളാഹുവിന് ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. അള്ളാഹുക്ക് അല്ലാതെ അള്ളാഹുവിനെ വിചാരിച്ചാലിനെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ഓരോ ചോദ്യം അക്കം പറ്റി അങ്ങ് പോവാം. അള്ളാഹ്ക്ക് അതിനും കഴിവുണ്ടല്ലോ. അള്ളാഹ് ഉദ്ദേശിച്ചത് മലക്കുകൾ ഉണ്ടാക്കാനാണ്. അപ്പോ മലക്കൾ ഉണ്ടാക്കാൻ അള്ളാഹുവിനെ ഉദ്ദേശിക്കാൻ കഴിവുണ്ട്, മലക്കൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പൊ എന്താ കുഴപ്പം? അള്ളാഹു മലക്കിനെ എന്തിനാണ് ഉണ്ടാക്കിയത്? പ്രശ്നം എന്താ അറിയോ? അള്ളാഹുവിനെ മലക്കുകൾ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോഴാണ് അതൊരു വിഷയമാവുന്നത്. അള്ളാഹുവിനെ മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ എന്നിവയെ ആശ്രയിക്കേണ്ടി വരികയല്ല ചെയ്യുന്നത്, മറിച്ച് ഇവകൾ അള്ളാഹുവിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇവകൾക്ക് അവരുടെ ജോലി കൊടുത്തിട്ട് ആ ജോലി അള്ളാഹു ചെയ്യിപ്പിക്കുന്ന. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം നസ്ലാമൊക്കെ വഹി കൊടുത്തു. വഹി കൊടുക്കാതിരിക്കാൻ ജിബ്രീലിനെ പറ്റൂല, ജിബ്രീലിന് കഴിയില്ല. ഇപ്പോ 42 സെക്കൻഡ് അല്ലെങ്കിൽ 42 സെക്കൻഡും 8 മിനിറ്റ് ശ്വാസം കിട്ടിയില്ല, മനുഷ്യൻ മരിച്ചു. 8 മിനിറ്റും ശ്വാസം കിട്ടാതെ എനിക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചാൽ മനുഷ്യനെ നടക്കില്ല. കാരണം അള്ളാഹു കരുതി നീ ഇനി മയ്യത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവരെ ആശ്രയിച്ചുകൊണ്ട് കാര്യം ചെയ്യുകയല്ല. അവർക്ക് അവരുടെ ഡ്യൂട്ടി, ജൈവികവും കായികവും അല്ലാത്തതുമായ ആത്മീകവും പലതരത്തിലുള്ള പ്രോസസ്സുകൾ നൽകിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന. ഒരിക്കലും ആശ്രയം എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല. പിന്നെ നേരത്തെ ഞാൻ ആദ്യം ചോദിച്ചതാണ് അതിന് മറുപടി വേണ്ടു. അവരങ്ങനെ തമാശക്ക് നിൽക്കുമ്പോൾ നമ്മൾ തമാശക്ക് തിരിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഇവയെ സൃഷ്ടിക്കാനും അള്ളാഹുവിന് ഉദ്ദേശം ഉണ്ടല്ലോ, അത്ര പോലെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഈ യൂണിവേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടായതാണല്ലോ. അപ്പൊ യൂണിവേഴ്സ് ഉണ്ടാവുന്നതിന്റെ കുറെ മുന്നേ തന്നെ അള്ളാഹു ഉണ്ട്. ഇല്ല, അവിടെയാണ് പ്രശ്നം. ഞാൻ നേരത്തെ ട്രെയിനിന്റെ ഉദാഹരണം പറഞ്ഞത് അവിടെയാണ്. ഈ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മളോട് അല്ലെ നമുക്ക് തന്നെ ബോധ്യം വരുന്ന രീതിയിൽ സയന്റിഫിക്കലി പറയുന്നത് നിലവിലും ബിഗ് ബാങ് തന്നെയാണ്. ബിഗ് ബാങ് എന്ന് പറയുന്നത് അതിന് മുമ്പ് ടൈം, സ്പേസ്, മാറ്റർ, എനർജി, കർവേച്ചർ, സിംഗുലാരിറ്റി, ഇതൊക്കെ കൂടിയും ഒരു മൈന്യൂട്ട് പോയിന്റ് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ളത്. അപ്പൊ അതിനെ എക്സ്പാൻഷൻ അള്ളാഹു ചെയ്തതിന് ശേഷമാണ് എന്ത് തുടങ്ങുന്നുള്ളൂ? ടൈം തുടങ്ങുന്നുള്ളൂ. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് കുറെ മുമ്പായില്ല, അല്ലയില്ല. കാരണം പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാണ് എന്തുണ്ടായത്? കുറെ മുമ്പ്, കുറച്ച് മുമ്പൊക്കെ ഉണ്ടായത്. അതെവിടെയും നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഇപ്പോ ഹൂ ക്രിയേറ്റഡ് ദി ഗോഡ് ഓൾമൈറ്റി, സാധാ ചോദ്യമാണ്. മൻ ഖലഖല്ലാഹ്, അറബിയിൽ കിതാബൊക്കെ ഉണ്ട്. അപ്പൊ ഈ ആരാണ് അള്ളാഹുവിനെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? ഹു വാസ് ബിഫോർ അള്ളാഹ്, അല്ലെങ്കിൽ ഹു വാസ് ബിഹൈൻഡ് അള്ളാഹ്. അള്ളാഹു ഉണ്ടാവുന്നതിന് മുമ്പ് നിർത്താനുള്ള ആഹ്വാനം ഉണ്ടോ? അപ്പൊ ലാസ്റ്റ് ആരായിരുന്നു എന്നുള്ളതാണ്. ഇനി അള്ളാഹു ഉണ്ടാവുന്നതിന് മുമ്പ് ആരാ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്യണ്ട. എന്തുകൊണ്ട്? അള്ളാഹു യൂണിവേഴ്സ് ഉണ്ടാക്കിയതാണ്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. അള്ളാഹു ഉണ്ടാവുന്നതിന് മുമ്പ് ആരാണ് എന്ന് ചോദിക്കുന്നതിന്റെ പ്രശ്നം, അള്ളാഹുവിന്റെ മുമ്പ് ആരോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുവിന് എന്ത് പോലുമില്ല, മുമ്പ് പോലുമില്ല. സമയം ഉണ്ടാവുന്നതിന് മുമ്പ് ആരാണ് എന്ന് ചോദിക്കുന്നതിന്റെ പ്രശ്നം, അള്ളാഹുവിന്റെ മുമ്പ് ആരോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോയിട്ട് അള്ളാഹുവിന് എന്ത് പോലുമില്ല, മുമ്പ് പോലുമില്ല. സമയം, ബിഫോർനെസ് എന്ന് പറയുന്ന സാധനം അള്ളാഹുവിന് ബാധകമല്ല എന്നുള്ളത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ വിചാരിച്ച വളണ്ടിയർ. +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ഫായിസ് എന്നാണ്. നാടെവിടെയാ? എറണാകുളം. നമ്മുടെ ഈ ലോകത്ത് പാരമ്പര്യമായിട്ട് അമുസ്ലിങ്ങളിൽ പെടുന്ന കുറെ ആൾക്കാരുണ്ട്, പെട്ടവരുമുണ്ട്. എക്സാമ്പിൾ ഇപ്പൊ ഉമ്മായും ഉപ്പായും ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കേണ്ടവര്. ഈ മരണം എന്ന ഘടകം കഴിയുമ്പോൾ
അവരെ കാത്തിരിക്കുന്ന വിചാരണ എന്താണ്? അറിയൂല. കാരണം അത് നമ്മുടെ ഒരു ലോകമല്ലല്ലോ. അതായത് നമ്മള് അവിടെ ഒരു ഇതൊക്കെ വൈകാരികമാണ്, സംഗതികൾ മുഴുവനും വൈകാരികമാണ്. അപ്പൊ നമുക്ക് അവിടെയുള്ള ഒരു സ്റ്റാൻഡ്, ഇസ്ലാമിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ആ ചോദ്യത്തിന്റെ ഒരു ഉദ്ദേശം എങ്ങനെയായിരിക്കും? ഇപ്പൊ എന്റെ നാട്ടിൽ, ഞാനൊരു വയനാട്ടിലാണ്, ആദിവാസികൾ കുറെ ഉണ്ട്. അപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് പിന്നെ ഞങ്ങളൊക്കെ വളരെ ഇന്റിമേറ്റായി പെരുമാറുന്ന നമ്മുടെ ഒപ്പം തന്നെയുള്ള ബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഞങ്ങളുടെ നാട്ടിൽ പോയി വാരും, ഈ പുഴയിൽ മണൽ വാരാൻ പോയിട്ട് മുങ്ങി മരിച്ചു. ശരിക്കും ഈ ബാബുവിന്റെ മയ്യത്ത് 2 ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത്. ശരിക്കും നമ്മുടെ ഒരാൾ മയ്യത്ത് കിട്ടിയതുപോലെ ഭയങ്കര ആൾക്കാരും പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിൽ തോന്നിപ്പോകുന്ന വൈകാരികമായ സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ആരും ചെയ്തില്ല. സ്വാഭാവികമായിട്ട് ബാബുവിന്റെ ഫാമിലി കത്തിക്കുകയോ എന്തോ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അത് ഭയങ്കര ചർച്ചയായി. ഞാൻ ഈ ഫീൽഡിൽ കുറച്ചൊക്കെ ഉണ്ടെന്നുള്ള നിലക്ക് കുറെ ആളുകൾ വാട്സാപ്പിൽ അല്ല എന്ത് പറഞ്ഞാലും ബാബു ഒക്കെ നരകത്തിലാവുക എന്നാണ് പറഞ്ഞ ഭയങ്കര വിഷയമായി. അപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ഗൗരവം ആലോചിക്കുന്നത്, ഈ ബാബുവിനൊക്കെ അള്ളാഹു നരകത്തിലിടുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ആലോചന അന്വേഷണം ഞാൻ പല ആൾക്കാരുണ്ട്, പലരോടും ചോദിച്ചു നോക്കി. പക്ഷെ അതിന്റെ ഒരു ആത്യന്തികമായി എനിക്ക് മനസ്സിലായത്, ഉസ്താമാരെ കൂടെ ഉണ്ടല്ലോ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ ഇതൊന്നും നമ്മുടെ ഒരു ജോലിയല്ല തീരുമാനിക്കൽ. ബാബു സ്വർഗത്തിലാണോ നരകത്തിലാണോ അറിയില്ല, അള്ളാന്റെ പണിയാണ്. ഇപ്പൊ ഇവിടെ ഒരു വളരെ പ്രമാദമായ ഒരു പുസ്തകം ഇറങ്ങി, സ്വർഗസ്ഥനായ ഗാന്ധി സ്വർഗത്തിലാണോ നരകത്തിലാണോ, അത് അള്ളാന്റെ ജോലിയാണ്. സ്വർഗത്തിലാവാം നരകത്തിലാവാം. മദർ തെരേസ സ്വർഗത്തിലാവാം നരകത്തിലാവാം. അത് നമ്മുടെ പണിയല്ല. നമുക്ക് ഇത്രയാണുള്ളത്, ആരാണോ മോമിനായി മരണപ്പെട്ടത് സ്വർഗത്തിലാണ്, ആരാണോ മോമിൻ അല്ലാതെ മരണപ്പെട്ടത് അത് സ്വർഗത്തിലെത്തുകയില്ല. ഇനി ആർക്കാണ് ഈമാൻ കിട്ടാത്തത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസം ഒരു ശ്വാസത്തിന്റെ പ്രശ്നമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ കുറിച്ച് കാൽപ്പനികമായി പറയാറുള്ളത് വിശുദ്ധമായ ശ്വാസം എന്നാണ്. ഈ ശ്വാസത്തിൽ മൂമിനായ ഒരാൾക്ക് അടുത്ത ശ്വാസത്തിൽ കാഫറാകാം, ഈ ശ്വാസത്തിൽ കാഫറായ ഒരാൾക്ക് അടുത്ത ശ്വാസത്തിൽ മൂമിനാവാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇത് ഫത്താവൽ കുബ്രയിലൊക്കെ ഉണ്ട് ഈ വിഷയം. അതിൽ ഈ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇബ്നു അബീ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നത്, നല്ല നിലയിൽ ജീവിച്ചു പോയ അമുസ്ലിങ്ങളായ ആളുകൾ അവർ എങ്ങനെയാണ് മരിക്കുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, ഒന്നുകിൽ അവരുടെ ജീവിതത്തിന്റെ നന്മ കൊണ്ട് അള്ളാഹു അവസാനം അവരെ വിശ്വാസികളാക്കിയേക്കാം. എന്നിട്ട് അദ്ദേഹത്തിന് അതിന് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ചുരുങ്ങിയത് മരണവേദന കുറച്ച് കൊടുക്കുകയെങ്കിലും ചെയ്തേക്കാം. ഇത് രണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ മാത്രം എടുക്കാം. ഈ ലോകത്തിലൊക്കെ നല്ലത് മാത്രം പറയാനുള്ള ആൾ അള്ളാഹു അല്ലേ. അമലൊന്നും ഇല്ലെങ്കിലും ഈമാൻ മാത്രം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അപ്പൊ വിശ്വസിച്ചാൽ മരണം. ഞാൻ നേരത്തെ നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പേ കുറെ നേരത്തെ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നവരുണ്ട്, ഒരു നിമിഷത്തിന്റെ അംശം കൊണ്ട് മരിച്ചു പോകുന്നവരുണ്ട്. അതുകൊണ്ടല്ലേ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ തേടാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ പെടുന്നനെയുള്ള മരണമല്ല നല്ലത്, വേറെ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഏതായാലും മരിക്കണം. എങ്ങനെ മരിക്കുമ്പോഴും ശ്വാസം മുട്ടിയിട്ടാണ് മരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോജിക്കലി ചിന്തിച്ചാൽ ഏത് മരണം നല്ലത്? പെടുന്നതിനുള്ള മരണമല്ലേ നല്ലത്? വിചാരിക്കുന്നില്ല, എല്ലാം കടുപിടും 4 കഷ്ണം തീർന്നു, വേദനയില്ല, വെപ്രാളയില്ല, പ്രശ്നമില്ല, ഒറ്റ സെക്കൻഡ് കൊണ്ട് വട്ടൊന്ന് കഷ്ണം 2, അതല്ലേ നല്ലത്. പക്ഷെ അതല്ല നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം എന്താ? കുറെ നേരം സക്കറാത്ത് ഉണ്ടെങ്കിൽ, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കുറെ നേരം ഉണ്ടെങ്കിൽ നമുക്ക് തൗബ ചെയ്യാം, തിരിച്ചറിയാം. അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന ഒരുപക്ഷെ നമ്മൾ നല്ല നിലയിൽ ജീവിച്ചു എന്ന് വിശ്വസിക്കുന്ന അവിശ്വാസികളായ ആളുകൾ മരണത്തിന്റെ സ്വല്പം നേരം മുമ്പേ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെയൊന്നല്ലല്ലോ കാര്യം, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഞാനത് വായിക്കുമ്പോൾ നേരം പോകും. അവരുടെ ഒരുപാട് പഠനങ്ങളുണ്ട്. കാഴ്ച ശക്തി കൂടുന്നു, പുറമേ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു, വെളുത്ത പ്രകാശം വരുന്നു, ഒരു കുഴിയിലേക്ക് വീഴുന്നത് പോലെ തോന്നുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോഴും ഒരു ബേജാറില്ല, ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത് എന്നൊക്കെ 5000-ലേറെ ആളുകളിൽ നിന്ന് അനുഭവം ശേഖരിച്ചിട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് വായിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇതാണ് വന്നത്. കുറെ നേരത്തെ മരണാനുഭവം ഉണ്ടാവുന്ന അവിശ്വാസികളായ ആളുകൾ ഏതോ ഒരു മൈക്രോ സെക്കൻഡിൽ മനസ്സിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നുണ്ടാവാം, അല്ലാഹു അഅലം. അപ്പൊ അത്തരം വിഷയത്തിൽ ഈ മോൻ ചോദിച്ചപ്പോഴാണ് നമുക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ. അറിയില്ല, ഇങ്ങനെ ഒരു സാധ്യത എവിടെയുണ്ട്, നമ്മൾ അതാലോചിച്ച് എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. പിന്നെ നമുക്ക് നല്ലതാണെന്ന് തോന്നാനെ പറ്റി നമ്മൾ നല്ല വിചാരിക്കുക, അവസാനം അള്ളാഹു ഈമാൻ കൊടുത്തിട്ടുണ്ടാവും. ടെൻഷൻ ഒഴിവാക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇനി ഈ സമ്മതം വേണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ആവാലോ, അവസാന ചോദ്യമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് സെഷൻ കൺട്രോൾ ചെയ്യാം. ഞാൻ ഹിഷാം, +2 വിദ്യാർത്ഥിയാണ്. പേര് ഹിഷാം. ബാലവിവാഹം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല. എന്നിട്ടും മഹാത്മാഗാന്ധി അവരെ പോലുള്ളവരൊക്കെ ബാലവിവാഹം നടത്തിയിട്ടുണ്ട്. ആ വൈവാഹിക ബന്ധം ആ കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തമ്മിലുള്ള വൈവാഹിക ബന്ധത്തെ എങ്ങനെ സാധൂകരിക്കാൻ കഴിയും? ഇതൊരു ഭയങ്കര സ്ട്രാറ്റജി ആണല്ലോ. ഇതിന്റെ പിന്നിൽ ഏതോ കരവുണ്ട്. കാരണം ഞാനിതിന്റെ ആൻസറിൽ ഗാന്ധിജിയെ പറയും എന്നൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ഗാന്ധിജിനെ പിടിച്ച് ആദ്യം ഇവിടെ മുമ്പിൽ വെച്ചു. അതല്ലേ സംഭവിച്ചേ?
എന്താ പറയാ, നമുക്ക് ഉത്തരം കളക്ട് ചെയ്യാൻ സമയമില്ലല്ലേ, ഉത്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ എനിക്ക് തോന്നുന്നത് ഷബീർ ഉസ്താദ് ഒരു പക്ഷേ ചിലപ്പോൾ ഇടപെട്ടേക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന്, ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹം ആ കാലഘട്ടത്തിന്റെ ഒരു കോൺടെക്സ്റ്റിൽ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല അതിൻ്റെ ഇത് മോഡറേറ്റ്. അപ്പൊ ആ ഒരു വിഷയം ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ ചെയ്യാം. പെരടിയിൽ വെട്ടി ശത്രുവിനെ കൊല്ലണം. ഫദ്രിബു ഫൗക്കൽ അഅനാഖ്. ഞാൻ ഈ 24ന്റെ ജാമ്യതി ആയിട്ടുള്ളതിന് പോയപ്പോൾ ആ ജാമ്യത പിന്നെ പുറത്ത് പ്രക്ഷേപണം ചെയ്തില്ല, തൂങ്ങിപ്പിടിച്ചൊരായത്തായിരുന്നു. പെരടിക്ക് വെട്ടി എതിരാളിനെ കൊല്ലാൻ ഖുർആനിൽ പറയുന്നില്ലേ? ഇതുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ശിക്ഷ? മുസ്ലത്ത്, വലത്തെ കൈവെട്ടുന്നു, ഇടത്തെ കാല് വെട്ടുന്നു, അല്ലെങ്കിൽ ഇടത്തെ കൈവെട്ടുന്നു, വലത്തെ കാല് വെട്ടുന്നു. അംഗഭംഗം ചെയ്ത് നമ്മളെന്തിനാ പറയുന്നത്? ചിത്രവധം ചെയ്തിട്ട് വളരെ വികലമാക്കുന്നത്, അല്ലെങ്കിൽ തൊലി ഉരിഞ്ഞിട്ട് എണ്ണയിൽ പൊരിക്കുന്നത്. ഇപ്പോ മനുസ്മൃതിയിലൊക്കെ അത് പറയുന്നുണ്ട്, തൊലി ഉരിഞ്ഞ് കൊല്ലുവാന്നൊക്കെ. ഇഞ്ചിഞ്ചായി കൊന്നിരുന്ന, അല്ലെങ്കിൽ കുരിശിൽ തറക്കുക, ജൂത പാരമ്പര്യം അതായിരുന്നു, പ്രതികളെ കുരിശിൽ തറക്കുക. അത് അടുത്ത കാലം വരെയുണ്ട്. ഇപ്പോ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ട് എതിരാളികളെ കൊല്ലാൻ ഉപയോഗിച്ച സാധനത്തിന്റെ പേര് ഗില്യൂട്ടർ എന്നാണ്. ഇപ്പൊ ഈ ഇംഗ്ലീഷ് സിനിമാന്റെ പേരെന്താ? ഹോളിവുഡ്. ബോളിവുഡ് അറിയാൻ തന്നെ കേട്ടോ. ബോന്നോ ഹോളിവുഡ് ഹൊറർ മൂവീസിൽ ഈ ഗില്യൂട്ടിങ് കുറെ മെഷീൻസ് ഉണ്ട്. അതായത് ഈ ഇരകളെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ വരുന്നതാണ് പലതരം വാളുകൾ. അപ്പൊ ഇഞ്ചിഞ്ചായി പടച്ച് മരിക്കുന്നതാണ്, വന്ന് ഈർന്നങ്ങ് പോകുന്നതാണ്. ആ സാധനം കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് വരെ എതിരാളികളെ കൊന്നത്. ആ ഒരു ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു, ഒറ്റ വെട്ടിന് കാര്യം തീരണം. പെരടീന്റെ മീത വെട്ടിയാൽ മാക്സിമം ഒറ്റ വെട്ടിന് കാര്യം തീരും. കാരണം ഈ വ്യക്തിയോട് എതിർപ്പില്ല, ആ പ്രത്യയശാസ്ത്രത്തിനോടാണ് എതിർപ്പ്. വ്യക്തി പാവാണ്, അപ്പൊ അവനെ വേദനിപ്പിക്കാതെ കൊല്ലണം. അപ്പൊ അതിന്റെ മൂല്യ സന്ദേശമാണ്, അതെന്റെ വിഷയം. പെരടിക്ക് വെട്ടണം എന്ന് പറഞ്ഞ ആ നിയമമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. എല്ലാവരും പ്രയാസപ്പെടുത്തി കൊല്ലുമ്പോൾ പെട്ടെന്ന് കൊല്ലണം എന്നുള്ളതാണ് അതിന്റെ ഒരു മൂല്യ സന്ദേശം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ടെക്സ്റ്റിനെ വായിക്കണം എന്ന് പറഞ്ഞതുപോലെ ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹ കല്യാണത്തെയും ടെക്സ്റ്റിൽ നിന്ന് വായിക്കരുത്, കോണ്ടെക്സ്റ്റിൽ നിന്ന് വായിക്കണം. എക്സാമ്പിൾ, ആയിഷ ബീവിയെ 6 വയസ്സിൽ വിവാഹാലോചന ചെയ്തിരുന്നു മുത്വഇം ഇബ്നു ജാഫർ. ഗാന്ധിജിയെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സ്റ്റെപ്പ് ഒന്ന് മാറ്റട്ടെ. 2ഉം 3ഉം അന്നത്തെ അറബികൾ വിവാഹാലോചന ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അല്ലെങ്കിൽ സദിഖുള്ളാഹിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടത്തിയല്ല. കാരണം ആ ഏജിലുള്ള കല്യാണം ആ കാലത്ത് പതിവായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ വിവാദം വരുന്നത് എവിടെയാണെന്ന് അറിയോ? 6ആം വയസ്സിൽ വിവാഹം ചെയ്തെന്നുള്ളതല്ല. ഹിജറയ്ക്ക് ശേഷം ദഖല ബിഹ എന്നൊരു വാക്കുണ്ട്. 9ആം വയസ്സിൽ ദഖല ബിഹ. നിങ്ങളുടെ ഈ അറബി പ്രയോഗം നമ്മുടെ മുതാലിമീങ്ങൾക്കിടയിലാണ് ആ പ്രയോഗം ഒന്നുകൂടി പെട്ടെന്ന് ഓടുക. ആയിഷ ബീവിയുമായി പ്രവാചകൻ വീട്ടിൽ കൂടി എന്ന് പറയും. വീട്ടിൽ കൂടി എന്നുള്ളതിന് സെക്സ് എന്ന അർത്ഥം ലോകത്താര കൊടുക്കൽ. 6ആം വയസ്സിൽ വിവാഹാലോചന കുഴപ്പമില്ല എന്ന് വന്നു, കാരണം അതിനു മുമ്പേ വിവാഹാലോചന നടന്നിരുന്നു. 9ആം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും ഒരു മുറിയിലാവുന്നത്, ഒരു വീട്ടിലാവുന്നത്. ഒരു വീട്ടിൽ ഇപ്പൊ ദഹല എന്ന വാക്കിന് ഖുർആനിൽ ഇപ്പോ മറിയം ബീവിയെ നോക്കിയ ഹന്ന ആ ഒരു ആയത്തിലും സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ച് വദഖല ബിഹ എന്നാണ് ഖുർആനിലുള്ളത്. അതിനർത്ഥം ചെന്ന് സന്ദർശിച്ചു എന്നാണ്. സന്ദർശിച്ചു നോക്കിയപ്പോ സ്വർഗീയമായ ഭക്ഷണമാണ് അവിടെയുള്ളത്. സക്കരിയ അലൈഹി ഇസ്ലാം അത്ഭുതപ്പെട്ടു. അപ്പൊ അറബിയിൽ ഈ ദഖല ബിഹ എന്നുള്ളതിന് സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് അർത്ഥം, അത് മെറ്റഫറിക്കാണ്, മജാസ് എന്ന് പറയും നിങ്ങളുടെ ഭാഷയിൽ, ആലങ്കാരികമായ അർത്ഥമാണ്. ദഖല ബിഹയുടെ അതിന്റെ ഫാക്ച്വൽ സെൻസ് സന്ദർശിക്കുക എന്നാണ്. അപ്പൊ 9ആമത്തെ വയസ്സിൽ ആയിഷ ബീവിയോടെ എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കുന്നു. കുഞ്ഞു മോളാണ്, തമാശ പറയുന്നു, ചിരിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു, ഫെമിലിയർ ആവുന്നു, സൗഹൃദത്തിലാവുന്നു. അവിടെ എന്നൊരു വിഷയം വരുന്നില്ല, ആ കാലഘട്ടത്തിൽ ഒരു വിഷയമേ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ ഈ പറയുന്നത് പോലെ ശാരീരികമായ ബന്ധത്തിന്റെ ഒരു പരാമർശം അവിടെ ഇല്ല. അവരുടെ ശാരീരികമായ ബന്ധത്തിന്റെ പരാമർശം ഒരു ഹദീസിലും നേരെ ചൊവ്വേ മറന്നീക്കി പറഞ്ഞിട്ടുമില്ല. അത് പൊതുവെ മാന്യന്മാർ പറയാറുമില്ല. മറിച്ച് അവിടെ ഈ പ്രമാദമായ ഒരു പദം ദഖല ബിഹ എന്നുള്ള പദമാണ്. ദഖല ബിഹക്ക് ലുഗവിയായ അർത്ഥം, ഡിക്ഷണറിക്കൽ മീനിങ് സന്ദർശിക്കുക എന്നാണ്. അവിടെ പ്രശ്നം വരുന്നില്ല. ഞാൻ അപ്പുറത്ത് തന്നെയാണ് ഈ ഒരു മൂല്യ സന്ദേശം എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്ലാമിന്റെ സീറകളിലൊക്കെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചക്രവർത്തിയായിരുന്നു. സീറ മീൻസ് മുസ്ലിം സീറകളല്ല, ചരിത്രങ്ങൾ. ചക്രവർത്തി. അപ്പൊ ചക്രവർത്തിമാർക്ക് ഒരുപാട് നിയമത്തിൽ അളവുണ്ട്. ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പറയാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ 1-ലേറെ ഭാര്യമാർ, 4-ലേറെ ഭാര്യമാർ, 20, 30, 40 ഒക്കെ ഭാര്യമാരുള്ള സ്ത്രീകളുള്ള ആളുകളായിരുന്നു അന്നത്തെ കാലത്ത് ലോകത്തുള്ള പേർഷ്യൻ, റോമൻ ഒക്കെ ചക്രവർത്തിമാർ. ആ കൂട്ടത്തിലാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉള്ളത്. അതിന്റെ കൂടെ പറഞ്ഞപ്പോൾ പറയുന്നു, ഇസ്ലാമിന്റെ നിയമമുണ്ട്, നബി തിരുമേനി ഒരു കാര്യം തീരുമാനിച്ചാൽ, അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ വിശ്വാസികൾക്ക് അവിടെ മറുത്തൊരു ഓപ്ഷൻ ഇല്ല. റസൂൽ കരുതുകയാണ് ഇന്ന പെണ്ണിന് എനിക്ക് വേണമെന്ന്. വിശ്വാസികൾക്ക് നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മഹർ പോലും കൊടുക്കേണ്ട, വിവാഹം ചെയ്ത് കൊടുക്കൽ. പക്ഷെ ആ നിയമം ഇസ്ലാമിൽ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിയമത്തിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തിട്ടില്ല.
ഒറ്റ പെണ്ണിനെ വിവാഹം ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായേക്കും. അതുകൊണ്ടാണ് ഞാനത് സമയത്ത് പറയുന്നത്. ആയിഷ പിന്നെ ഖദീജ ബീവി റസൂലുള്ള കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ള അറിയുന്ന കഥ തന്നെ ഓർക്കുക. റസൂലുള്ളാഹിന്റെ മഹത്വം. 25 വയസ്സ്. ആയിഷ ബീവിയുടെ പ്രായം 40 വയസ്സ്. ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 50, ഖദീജ ബീവിന്റെ പ്രായം 65. അപ്പൊ 50 എന്നൊക്കെ പറഞ്ഞാൽ 40 മുതൽ 50 വരെയുള്ള വയസ്സ് ഒരു മനുഷ്യൻ ഏറ്റവും ഒരു ഭാര്യയോട് ആവശ്യമുള്ള പ്രായം. ആ പ്രായത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത് 2 തവണ വിധവയായ 60+ ഏജ് ഉള്ള ഒരു പെണ്ണാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അതാണ്. അപ്പോ അതാണത് ആയിഷ ബീവിയുടെ കല്യാണത്തിന് ഒരു കുഴപ്പമില്ല. അപ്പൊ അത് വെച്ച് നമ്മൾ ഇന്നത്തേക്ക് കമ്പയർ ചെയ്താൽ നമുക്കിങ്ങനെ പറയാം, ഇന്നത്തെ ലോകത്ത് ഒരു സാമൂഹിക ബോധം എന്ന് പറയുന്നത് ഒരു ആവറേജ് 18 വയസ്സാണ് കല്യാണ പ്രായം. 21 ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. 16 ആയിരുന്നു, മാറ്റി 18 ആക്കി. അപ്പൊ ആവറേജ് 18, 19, 20 ഒക്കെ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ സന്ദേശം. 6 കിട്ടണമെന്നല്ല, 18 കിട്ടണമെന്നാണ്. കാരണം ആ കോണ്ടക്സിൽ 6 9 ഈ കോണ്ടക്സിൽ 18 ഒരു കുഴപ്പമില്ല. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അതിനു മുമ്പ് മോഡറേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇവിടെ ഹൈത്തം ഉസ്താദ് സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ വളരെ വിശാലമായ അന്വേഷണങ്ങൾക്കും വായനകളുടെ ഒക്കെ പിൻബലത്തിൽ നിന്നിട്ടാണ് ഉസ്താദ് ഇവിടെ നമ്മളുള്ള ഈ ഉത്തരങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഉത്തരങ്ങളിലോ മാത്രം നിങ്ങളുടെ ഉള്ളിലുള്ള അന്വേഷണങ്ങളോ ചോദ്യങ്ങളോ നിൽക്കരുത്. അതിനപ്പുറത്തേക്ക് കൂടുതലുള്ള വായനകളിലൂടെ ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അവസാനമായി ഒരു കാര്യം, ഇതേപോലെയുള്ള ക്യാമ്പസിൽ നിന്ന് 1-2 വട്ടം ഞാൻ നേരിട്ടൊരു സംഗതി, ചിലപ്പോൾ അത് പ്രയോജനമാവും, എനിക്ക് പറയണം തോന്നലുണ്ട്. നിങ്ങളത് ആരെങ്കിലും ചോദിച്ചേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് എത്തിയപ്പോൾ ഇത്രയും വലിയ അർത്ഥങ്ങളിലേക്കുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അതോട് ചോദിക്കും എന്നെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ഒരുപക്ഷെ എനിക്ക് അവസരം കൊടുത്ത ചോദിക്കുമായിരുന്നു, ഈ 7-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ ഒരു മതം വെച്ചിട്ട് ഇത് മാറ്റാതെ കൊണ്ടുപോകുന്നതിന്റെ ഒരു സാങ്കത്യം, അത് ക്യാമ്പസിൽ എന്തായാലും വരുന്നൊരു ചോദ്യമാണ്. റെഗുലർ ക്യാമ്പസിൽ നിന്ന് ഞാൻ അധികം പരിചയമില്ല, പക്ഷെ പോകുമ്പോഴൊക്കെ എനിക്ക് നേരിടേണ്ടി വരുന്നൊരു ചോദ്യമാണ്. പക്ഷെ അതിൽ ഇസ്ലാം ഒരിക്കലും മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, മനുഷ്യൻ മാറാത്തത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യനിക്ക് അടിസ്ഥാനപരമായി എന്തില്ല, മാറ്റമില്ല. ആദം നബി അലൈഹി സ്വലാമിനെ കരയിപ്പിച്ച സംഗതി ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും കരയിപ്പിക്കും. ഇപ്പൊ ഒന്നാമത്തെ പ്രിമിറ്റീവ് സൊസൈറ്റിയെ ചിരിപ്പിച്ച ഒരു കോമഡി ഇത് നമ്മുടെ മുമ്പിൽ വെച്ച് പ്രദർശിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ചിരിക്കും. പിന്നെ വാട്സാപ്പിൽ ചളി വരുന്നതുകൊണ്ട് അതിന്റെ ചിരിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ഒക്കെ കുറയും. ഒരുപാട് വിറ്റ് കേൾക്കുന്നുണ്ട്. പക്ഷെ അവരെ സന്തോഷിപ്പിച്ചത് ഇന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നു, അവരെ ചിരിപ്പിച്ചത് ഇന്ന് നമ്മളെ ചിരിപ്പിക്കുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ മാറിയിട്ടില്ല, ബേസിക് നീഡ്സ് മാറിയിട്ടില്ല. ഇപ്പൊ ആന്ത്രോപോളജിയിൽ തന്നെ മനുഷ്യന്റെ ഈ ഫണ്ടമെന്റൽ നീഡ്സ് പറയാറുണ്ട്. ഒന്ന് അലേർട്ടായ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചൊറ്റ മിനിറ്റ്. മനുഷ്യനാകെ പറയുന്നത് 12 ആവശ്യങ്ങളാണ്. മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യത നിങ്ങളിപ്പോ ചെയ്യുന്ന ആവശ്യം, ഉറക്കം എന്നാ പറയാം. മനുഷ്യന്റെ ഫണ്ടമെന്റൽ പ്രൈം നീഡ് ഉറക്കാണ്. രണ്ടാമത്തെ ആവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ ആവശ്യം മൂത്രമൊഴിക്കൽ. മൂന്നാമത്തെ ആവശ്യം വെള്ളം കുടിക്കൽ. നാലാമത്തെ ആവശ്യം കാഷ്ടിക്കൽ. അഞ്ചാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കൽ. നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ടായിരിക്കും 5 ആയത്. ദാഹിച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിടിച്ചെടുക്കാൻ പറ്റും. മൂത്രമൊഴിക്കാൻ മുട്ടിയാലോ ആവൂല. ഒരു നെടുവേർപ്പെടാണ്ട് നടക്കൂല. ഇനിയോ ഏത് ശ്വാസം കഴിച്ചാലേ മനുഷ്യനുള്ളൂ. മനുഷ്യന്റെ ആവശ്യമാണ് പറയുന്നത്. ഇവിടെ മനുഷ്യൻ വേണ്ടേ? അപ്പൊ അതിലൊക്കെ വിട്ടു. അല്ല, എനിക്ക് കൈയടി വേണ്ട, ചോദ്യത്തിനാ കൈയടി. അത് വളരെ റെലവന്റ് ആയ ചോദ്യമല്ലേ. നിങ്ങൾ ഈ ഉറക്കം, മൂത്രയിക്കൽ, ഭക്ഷണം കഴിക്കൽ ഇതൊക്കെ പറയുന്നത് ശ്വാസം വിടേണ്ട കോയാന്നാണ് എന്നോട് ചോദ്യം. ആ ചോദ്യത്തിനാണ് കൈയടി. ഇത് കൈയടിച്ച അടിപൊളി ചോദ്യം. നമുക്ക് ഒരു കാർബോർഡ് പെട്ടി വെള്ളം കൊടുത്തിട്ട് അടുത്തിനോട് പറയാം 1 മാസം റൂമിൽ കിടന്നു. അതേസമയം ഒരു കാർബോർഡ് പെട്ടി ബ്രെഡ് കൊടുത്തിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നടക്കൂല. അപ്പോ ഉറങ്ങുക, മൂത്രയിക്കുക, വെള്ളം കുടിക്കുക, കാഷ്ടിക്കുക, തിന്നുക. കാഷ്ടിക്കാൻ മുട്ടിയാൽ അപ്പൊ പോണം, തിന്നാൻ മുട്ടിയാൽ വെയിറ്റ് ചെയ്യാം. പിന്നെ ഏജ്ഡിനും മൈനറിനും എന്ന് പറഞ്ഞാൽ വയസ്സന്മാർക്കും ചെറിയ കുട്ടികൾക്കും ഡ്രസ്സ്, മിഡിലിന് സെക്സ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 6 7 അവിടെ എൻഗേജ് ആയി. പിന്നെ 8ാമത്തേത് പാർപ്പിടം, ഷെൽട്ടർ, ചുരുങ്ങിയതൊരു പാറയുടെ പൊത്തെങ്കിലും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ. 9ാമത്തെ ആവശ്യം എന്റർടൈൻമെന്റ്, വിനോദം. വിനോദത്തിന്റെ കാര്യത്തിൽ ഒരു സംവാദമൊക്കെ ബാക്കിയുണ്ടാവും, സമയമില്ല. 4 പൊതുവെ പറയാറുള്ളത്: കല, കായികം, സംഗീതം, ലഹരി. അപ്പൊ പിന്നെ അധികാരം എന്നൊക്കെ ചോദിക്കാം, അതൊക്കെ ലഹരിയിൽ പെടുത്താം. ഓരോരുത്തർക്ക് ഓരോ ലഹരി. ചിലപ്പോ ഏറ്റവും ചുരുങ്ങിയത് ചിലരുടെ ലഹരി ഒരു കട്ടൻ ചായ എങ്കിലും, അതൊക്കെ അതിൽപ്പെട്ടു. ഈ 8 4 12 ആവശ്യങ്ങളെ ഹോമോസാപ്പിയനിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെ ഉണ്ടാകും. 13 ഉണ്ടാകൂല. അതുകൊണ്ട് ഈ നാസ്തികരും സ്വതന്ത്രയും ചെയ്യുന്നത് പോലെ പ്രാചീന മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, അങ്ങനെ 4 തരം മനുഷ്യനൊന്നുമില്ല. മനുഷ്യൻ ഒറ്റ മനുഷ്യരേ ഉള്ളൂ. എല്ലാം ഒറ്റ മനുഷ്യൻ. നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാവുന്ന ഫിലോസഫി അതാണ്. നമ്മൾ മുൻഗാമികളുടെ ഭാഗമാവുന്ന തത്വം അതാണ്. ആദം നബിയും നമ്മളും ഒറ്റ മനുഷ്യനാണ്. 4 തരം മനുഷ്യനല്ല ഉള്ളത്. ഇനി പിന്നെ മാറുന്നത് ഉപകരണങ്ങൾ മാത്രമാണ് മാറുന്നുള്ളൂ. അന്ന് കാളവണ്ടി, കുതിരവണ്ടി, ഇന്ന് ജെറ്റ് വിമാനം, എയർ സ്പേസ്,
അല്ലെങ്കിൽ ഇന്നത്തെ വലിയ ടെക്നോളജികൾ, ഇന്റർനെറ്റ്, ഇതൊക്കെ ഇല്ലാതാവാനോ? ഈ ഇന്റർനെറ്റ് ഇല്ലാതാവാൻ ലോകത്തെ ഏതെങ്കിലും ഒരു വൻകിട രാഷ്ട്രത്തിലെ പ്രസിഡന്റിനെ ഒരു അരമണിക്കൂർ സൈക്കോ ഭ്രാന്തളകയാ പോരെ? നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇന്ന് ലോകത്തുള്ള ശാന്തിയും സമാധാനവും എന്തിന്റെ ശാന്തിയും സമാധാനമാ? ലോകത്ത് അണുബോംബ് പ്രസവിച്ച ഇരട്ട കുട്ടികളാണ് ഇന്നത്തെ ശാന്തിയും സമാധാനവും. ആശയങ്ങൾ പ്രസവിച്ച സമാധാനമല്ല ഇന്ന് ലോകത്തുള്ളത്, അണുബോംബ് പറ്റ സമാധാനമാണ്. കാരണം അമേരിക്കക്ക് ആഗ്രഹമുണ്ട് റഷ്യനെ കരിക്കാൻ, പക്ഷേ പേടി. റഷ്യന്റെ അരികിലുണ്ട് അണുബോംബ്. ചൈനനെ കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചൈനക്ക് അതിനേക്കാളും വലുതുണ്ട്. ഇപ്പൊ ഇന്ന് ലോകത്ത് സംയമനം എന്ന വാക്കിന് ഒറ്റ പ്രേരണയേ ഉള്ളൂ, സ്വയം മരിച്ചേക്കുമോ എന്നുള്ള ഭയം. അപ്പൊ ഈ ഭയമില്ലാത്ത ഏതെങ്കിലും ഒരു സൈക്കോ അമേരിക്കയുടെയോ റഷ്യന്റെയോ അല്ലെങ്കിൽ ചൈനന്റെയോ ലോകത്തിന്റെ അധിപൻ ആയി മാറിയാൽ 1/2 മണിക്കൂർ കൊണ്ട് സ്റ്റാർ വാർ, സ്പേസ് എന്നായിരിക്കും യുദ്ധം. ഇവിടെ ഒന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ ഒക്കെ ഖുറാൻ പറഞ്ഞില്ലേ, റഷ്യ വിട്ടത് ഇങ്ങനെ പൊടിഞ്ഞു വരും, അമേരിക്കാൻ്റെ വരും. അവിടെ ചെന്ന് നോക്കിയത് ഉത്സവ പറമ്പിലോ നേർച്ച പറമ്പിലോ പോയത് പോലെ ഉണ്ടാവും. ഇന്ത്യ വിട്ടത്, അമേരിക്ക വിട്ടത്, കൊറിയ വിട്ടതൊക്കെ അവിടെ തളം കെട്ടി കിടക്കുന്നുണ്ട്. അവിടെ നിന്നായിരിക്കും യുദ്ധം. ഇത് മുഴുവനും ഇല്ലാതാവും, 1/2 മണിക്കൂർ കൊണ്ട് ഇല്ലാതാവും. അല്ലേ, 2 ദിവസം നിന്ന് മഴ പെയ്തു, കറണ്ട് ഇല്ലാതായി. ഏത് ടെക്നോളജിയാണ് കണ്ണ് തുറക്കുക? ഒന്നും തുറക്കൂല. ഇപ്പൊ ഈ ആധുനികതയുടെ ആഭരണങ്ങളായി ലോകമെണ്ണുന്ന സാധനങ്ങളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏതോ കാത്തിരിക്കുന്ന ഭ്രാന്തന്റെ ഒരു തുമ്മലാണ്. അവിടെ തീരും. പിന്നെ ലോകത്ത് ബാക്കിയുള്ളത് ആര് മാത്രമാണ്? ആര് മാത്രമേ ബാക്കിയുള്ളൂ? മനുഷ്യനെ ബാക്കിയുള്ളൂ. ആ മനുഷ്യനെ വ്യവഹരിക്കാൻ എന്ത് മതി? ആദം അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ കൊടുത്ത മതം മതി അവസാന മനുഷ്യനെയും നിയന്ത്രിക്കാൻ. അതാണ് ഏതിന്റെ ആൻസർ? 7-ാം നൂറ്റാണ്ടിലുള്ള കിതാബുമായിട്ട് 24ലേക്ക് വരികയാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന് പറയേണ്ടത്. എന്തെങ്കിലും കൗണ്ടർ? അപ്പൊ അവസാനമായിട്ട് പറയാനുള്ളത്, പ്രകാശവേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം നിശ്ചലമാകുന്നിടത്ത് ശാസ്ത്രം നിശ്ചലമാകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് യൂണിവേഴ്സിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവിധ നിയമങ്ങൾക്കും അതീതനായ ഒരു പ്രപഞ്ച ശക്തിയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാവണം. വളരെ നല്ല സ്റ്റേറ്റ്മെന്റ്. ഒറ്റ ആടിഞ്ഞ സോറി, സയൻസ് മോഷൻസിനെ കുറിച്ച് മാത്രം പറയുന്നു, മതം മോഷൻസിനെയും ഇമോഷൻസിനെയും കുറിച്ച് പറയും. അപ്പൊ കംപ്ലീറ്റ് ആയി.